ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന മറ്റൊരു വെബിനാറിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വളരെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും വളരെ ആശങ്കയോടുകൂടിയാണ് ഓരോ ദിവസത്തെയും വാർത്താ റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും എങ്ങനെ ഇത്തരത്തിലുള്ള വാർത്തകളെ നേരിടാൻ കഴിയും, ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിന്ന് നമ്മളുടെ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് നമ്മളിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഇടപെടാൻ പറ്റുക എന്നൊക്കെയുള്ള ആലോചനകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ചർച്ചയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഡ്രഗ് അഡിക്ഷൻ ഇൻ ചിൽഡ്രൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ എന്താണ് ഡ്രഗ് അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്താണ്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളിൽ അവരുടെ ഫിസിക്കലും ഇമോഷണലും ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക, അതേപോലെ തന്നെ അതിൻ്റെ വിത്ഡ്രോവൽ സിംറ്റംസ് എന്താണ്, അതിൻ്റെ റിക്കവറി എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളായിരിക്കും ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്നത്. ചർച്ച ലീഡ് ചെയ്യുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റുമായിട്ടുള്ള അഫ്ര KV മാമാണ്. അഫ്ര മാം നമ്മുടെ വെമ്പിൾ അക്കാദമിയിൽ DSM-5 അധികരിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ, അതേപോലെ തന്നെ ഷിസോഫ്രീനിയ, ബൈപ്പോളാർ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ഡിസോർഡറുകൾ ചർച്ച ചെയ്യുന്ന ഒരു ഫാക്കൽറ്റിയാണ്. അതേപോലെ തന്നെ MSc കേസ് ഹിസ്റ്ററി വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകുന്ന ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിലേക്ക്, വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഫ്ര മാമിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. Okay, thank you, sir. Thank you so much. ഓക്കെ, നമ്മളുടെ ഒരു ഇന്നത്തെ ഫ്രീ വെബിനാറിന്റെ സമയം ഞാൻ ഇന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്തായാലും ഫൈസൽ സാർ ചെയ്തു. താങ്ക് യു. അപ്പൊ ഇതിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങള് വിൻബിളിന്റെ ഒരു ഫ്രീ വെബിനാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇപ്പത്തെ ആ ഒരു റെലവെന്റ് ടോപ്പിക് എടുക്കാന്നുള്ള ഒരു ഡിസിഷനും, അതുപോലെ തന്നെ വിൻബിളിൽ ഒരുപാട് പേരുടെ മെസ്സേജും ഡിസ്കഷനും ഒക്കെ നടന്നിരുന്നു എന്ന് സാറ് പറഞ്ഞു. കാരണം നമ്മളുടെ വീട്ടിൽ എങ്ങനെ ഒരു ലഹരിക്കെതിരെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെങ്ങനെ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതേ ഒരു മൊമെന്റിൽ തന്നെയാണ് ഞങ്ങൾക്ക് ക്ലിനിക്കിൽ ഇപ്പൊ 2-3 കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ് അഡിക്ഷന്റെ ആയിട്ട് വരുന്നു. 1-2 പേര് മാത്രമാണ് ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കുന്നത്. പലരും പകുതി വെച്ച് പോകുന്നുണ്ട്. കാരണം എങ്ങനെ പറഞ്ഞാലും പാരന്റ്സിന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഒബ്വിയസ്ലി ഇതിൽ വന്നവർക്ക് എല്ലാവർക്കും ആ ഒരു ഇപ്പത്തെ ആ ഒരു ഇത്തരം ഒരു പാനിക് സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ വീട്ടിലത്തെ കുട്ടികളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇന്നത്തെ ഒരു വെബിനാർ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ ജസ്റ്റ് അത് കേട്ടു പോകുന്നു എന്നുള്ള രീതിയിലല്ലാതെ ഇപ്പത്തെ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുമായിട്ടും ഇതൊരു അത്യാവശ്യം നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ എനിക്കറിയുന്ന വിവരങ്ങൾ നിങ്ങളുമായിട്ടും നിങ്ങൾക്കറിയുന്ന വിവരങ്ങൾ എനിക്കും ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇതിനു മുമ്പും ഞാൻ ഡ്രഗ് അഡിക്ഷന്റെ ക്ലാസ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്, അല്ലാതെ സ്കൂൾ തരത്തിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്ന് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് ഡ്രഗ് അഡിക്ഷന് റിക്കവർ ആയിട്ട് പുതുതായിട്ട് ജോലിക്ക് പോയവരുണ്ട്, പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് പ്ലാൻ ചെയ്ത ഉടനെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത്, കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പൊ നമുക്ക് വന്ന കുട്ടികളൊക്കെ 25 വയസ്സ് 26 വയസ്സിന് മാക്സിമം അത്രേ ഉള്ളൂ. ബാക്കി അങ്ങോട്ട് താഴെയാണ്. 8ാം ക്ലാസ് 7ാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന് റിക്കവർ ആയവരോട് നമ്മൾ വിളിച്ചു ചോദിച്ചും അവരുമായിട്ടും ഓക്കെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിച്ചതല്ലാതെ ഡിഫറെന്റ് ഡ്രഗ്സ് അവരെങ്ങനെ, നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ തോട്ട്സും ബാക്കി ഇതിക്ക് എത്താനുള്ള റീസണും എല്ലാം കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ
ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ സെഷൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമ്മളേല് ടോട്ടൽ 34 പേരുണ്ട്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് കളക്ട് ചെയ്യാനും നമ്മള് റീസൺ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ ഏതെങ്കിലും ഒരാളെ നമുക്കതൊന്ന് റിക്കവർ ചെയ്യാനും രക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് അഫ്ര, ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, എന്താണ് ഡ്രഗ് അഡിക്ഷനും ഉണ്ട്, ഡ്രഗ് അബ്യൂസും ഉണ്ട്. അബ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതും, ഡ്രഗ് അഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഒട്ടും വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനെയാണ് നമ്മൾ പറയുന്നത്. ശരിക്കും നമ്മുടെ ഒരു ലഹരി ഉപയോഗം നമ്മുടെ നാഡീവ്യൂഹത്തെയും നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ വളരെ നെഗറ്റീവായ രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പൊ ഒട്ടുമിക്ക കുട്ടികളിലും. കൂടുതലും പറയുകയാണെങ്കിൽ സ്കൂൾ കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പാരന്റ്സിനോടും എല്ലാരോടും സംസാരിച്ചു നോക്കുമ്പോൾ പല കുട്ടികളിലും ഇത് തുടങ്ങാൻ, ഇതിക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള റീസൺ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഫാമിലിയിലെ ശ്രദ്ധയില്ലായ്മ, കെയർ ഇല്ലായ്മ, നമ്മൾ അവർക്ക് ഒന്നെങ്കിൽ ഓവർ ഫ്രീഡം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയി പോകുന്ന ഒരു കണ്ടീഷന്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുട്ടികൾക്ക് കഴിവില്ലാത്തൊരവസ്ഥ. ഇതിൽ നിന്നൊക്കെയാണ് ഒട്ടുമിക്ക കുട്ടികളോടും കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ ഡ്രഗ് അഡിക്ഷനിക്ക് എത്താനുള്ള റീസൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷനായി വരുന്ന കുട്ടികളടക്കം പറയുന്നുണ്ട്, ഞാന് ഇന്ന ഒരു ഡ്രഗ് ഉപയോഗിച്ചാലോ, ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്കും ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. എല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നു. പക്ഷെ അത് ഉപയോഗിച്ചൊരു 2-3 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഭയങ്കര ടെൻഷനാണ്, ഇറിറ്റേറ്റ് ആണ്, എല്ലാവരും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ദേഷ്യം വരുവാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഡ്രഗ് അഡിക്ഷനിക്ക് എത്താതെ നമ്മളെ മക്കളെ നോക്കുക എന്നുള്ളത്. നല്ലൊരു പാരന്റിങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മക്കളെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പോ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 3 കേസസുകൾ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വന്ന കുട്ടിക്ക് അവൻ പഠിക്കുന്നത് +1-ലാണ്. അവന്റെ ചെറുപ്പകാലത്ത് അവന്റെ ഉമ്മ അനിയന് വേണ്ടിയിട്ട് അവന് ഒരു 5-6 വയസ്സ് വരെ ഇച്ചിരി വിട്ടാണ് താമസിപ്പിച്ചത്. ഉമ്മേന്റെ വീട്ടിലാണ് താമസിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ഇഷ്യൂ വന്നു. വലിയ കുട്ടീനെ അവന്റെ ഉമ്മേന്റെ കൂടെ നിർത്തി, അനിയനെ നിർത്തി, ഇവനെ വേറെ ഡിഫറെന്റ് ആയിട്ടാണ് നിർത്തിയിട്ടുള്ളത് ഈ ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ട്. പക്ഷെ വലുതാവും തോറും ഈ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, പേഴ്സിസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് അവന്റെ ലൈഫിൽ. അതിനുശേഷം അവനക്ക് സ്കൂളിൽ എത്തുമ്പോൾ കമ്പനി, വീട്ടിൽ ഉമ്മേനോട് ഇഷ്ടമില്ലായ്മ, ഇതെല്ലാം കൂടി എത്തിച്ചത് നെഗറ്റീവ്. അപ്പൊ മക്കൾക്കാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് എന്താ കിട്ടുന്നത്, അതൊക്കെയാണ് നമ്മൾ എല്ലാവരും അട്രാക്റ്റീവ് ആവുക. ഇവൻ നമ്മളിലുള്ളവരടക്കം അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടാനാണെങ്കിൽ എന്താണ് ഈസി വേ? ഇപ്പോ പഠിച്ച് ഒരു ജോലി കിട്ടണമെങ്കിൽ എന്താണ് ഈസി വേ? പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഈസി വേ എന്താണ്? ഒരു ഹോസ്പിറ്റലില് ഒരു കാര്യത്തിന് ക്യൂ നിൽക്കാൻ പോലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതിനിടയിൽ നമ്മളെല്ലാവരും എന്താണ് ഈസി വേ, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എന്ത് ചെയ്യാം, എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവരും തന്നെ അവരുടെ സന്തോഷം, എങ്ങനെ പെട്ടെന്ന് സന്തോഷം കിട്ടും, എങ്ങനെ പെട്ടെന്ന് ഫേമസ് ആവാൻ പറ്റും, എങ്ങനെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിക്കാണ് ആ കുട്ടി ചിന്തിച്ചത്. അങ്ങനെയാണ് അവന് ഡ്രങ്കിക്ക് എത്തിയത്. ഓക്കെ, അതുപോലെ നോക്കുകയാണെങ്കിൽ പിന്നെ വന്ന ഒരു 25 വയസ്സുള്ള ചെക്കൻ, അവന് വിദേശത്തു നിന്നാണ് ഡ്രഗ് അഡിക്ഷനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിൽ അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി ഡെവലപ്പ് ആയിട്ടുള്ള ഫാമിലി. അവൻ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും പൈസ കിട്ടുന്ന ഫാമിലി. പോയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി. അപ്പോ അവന് ഭയങ്കര സങ്കടം, ഒരു സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്തൊരു പരിഹാരമാണ്, എടാ നീ ഇത് ചെയ്യുമ്പോ ജസ്റ്റ് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും നിനക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം കിട്ടും. അവൻ അത് ട്രൈ ചെയ്തു. സെക്കൻഡ്, പിന്നെ വന്നൊരു കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ആയപ്പോ സ്റ്റാർട്ട് ചെയ്തതാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ഫാമിലിയാണ്, ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ്, ആ ഒരു റിലീജിയസ് വ്യൂല് പോകുന്ന കുട്ടിയാണ്. പക്ഷെ അവൻ പോയ ഇടത്തില് ഫ്രണ്ട്സ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അവന് പെട്ടെന്ന് മെച്യൂരിറ്റി ആവണം, പെട്ടെന്ന് ഫിനാൻഷ്യലി ഡെവലപ്പ് ആവണം. അപ്പൊ എന്ത് പറയുമ്പോഴും വീട്ടുകാർ പറയും, നീ ചെറിയ കുട്ടിയല്ലേ എന്ന് പറയും. പക്ഷെ അവന് മെച്യൂർ ആണെന്ന് തോന്നാൻ വേണ്ടിട്ട്, ഞാൻ മെച്യൂരിറ്റി ആയിട്ടുണ്ടെന്ന്
സെൽഫ് ഫീൽ ചെയ്യാനും ഫ്രണ്ട്സുകൾക്കിടയിലും സ്കൂളിലത്തെ കുട്ടികൾക്കിടയിലും എക്സ്പെഷ്യലി ഗേൾസിന്റെ ഇടയിലൊക്കെ ഞാൻ മെച്ചുറാ തോന്നാൻ വേണ്ടി അവൻ എന്തെങ്കിലും ഫസ്റ്റ് സിഗരറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വേറൊരു ലെവലിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മളടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെന്റൽ കണ്ടീഷനിലൂടെ പോയിട്ടാണ് ആ കുട്ടികള് ആ ഒരു രീതിക്ക് എത്തിയിട്ടുള്ളത്. ഇനി എങ്ങനെ നമുക്ക് വീട്ടിൽ ഇത് കണ്ടെത്താം എന്നുള്ളതാണ്. ഇപ്പോ ഇതില് നമുക്ക് സയന്റിഫിക് ആയിട്ട് പറയുന്ന ലക്ഷണങ്ങളുണ്ട്. മാത്രമല്ല ഞാൻ കുറച്ച് പേരോട് ചോദിച്ചിട്ട് കളക്ട് ചെയ്ത ഡീറ്റെയിൽസും കൂടെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഹലോ, ഓക്കെ മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇതിന് കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചപ്പോ തന്നെ ഒരാള് പറഞ്ഞു തന്നത്, ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പൊ ഈ ചെക്കൻ നിർത്തി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് നിർത്തി ഓക്കെ ആയി വന്നതാ. ഇവർക്ക് രാത്രി പകലും പകല് രാത്രിയാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയം മോസ്റ്റ് ഓഫ് ടൈം കിടന്നുറങ്ങായിരിക്കും, പക്ഷെ രാത്രി എന്താണ് ഇവർ ആക്റ്റീവായിട്ട് ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇതാണ് മോസ്റ്റ് ഓഫ് സമയം ഉറക്കമായിരിക്കും. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിലും സ്കൂളിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല, ഉറങ്ങുക. ചില കുട്ടികൾക്ക് സ്കൂളിന്റെ ഒരു പരിസരത്ത് ഡ്രഗ്സ് കിട്ടുന്നതുകൊണ്ട് ആ സമയത്ത് പോകുന്നു, വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുന്നു, രാത്രി ഉറക്കമല്ല ലേറ്റ് ആയിട്ടായിരിക്കും നീക്കുക. ഇതിൽ പറഞ്ഞ ഒരു കുട്ടി അങ്ങനെയായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇവന് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, പോയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരും, റൂമിൽ വാതിലടച്ചിരിക്കും, പിന്നെ മുതൽ ഫുൾ മൊബൈലാണ്, പിന്നെ പുലർച്ചെ ആ ഒരു സമയത്താണ് ഉറങ്ങുക, നേരം വൈകിട്ടാണ് അവന് എണീക്കുക എന്നുള്ളത്. അതുപോലെ വൃത്തിക്കുറവ് ഈ വന്ന മോസ്റ്റ് ഓഫ് കുട്ടികളിലും കണ്ടൊരു കാര്യമാണ്. വൃത്തിക്കുറവ് അവരിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരൊക്കെ ഭയങ്കരമായിട്ട് തലവേദന പറയുന്നവരായിരുന്നു. ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടമായിട്ട് ഇവർക്ക് തലവേദന ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള തലവേദന. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രഗിന്റെ ഉപയോഗത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി കഴിഞ്ഞുള്ള സമയത്താണ് ഇവർക്ക് ഹെഡേക്ക് വരുന്നത്. അതുപോലെ തന്നെ അവർ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള ഡെയിലി റൊട്ടീൻസ്, ആ റൊട്ടീന് പെട്ടെന്ന് ചേഞ്ച് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലേ രാവിലെ ഒരു ഇത്ര സമയത്ത് എണീക്കുക, അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. അത്തരത്തിൽ നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം കിടക്കുന്നത് വരെയുള്ള നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു ടോട്ടൽ ഒരു റൊട്ടീൻ ഉണ്ടാവും. ആ റൊട്ടീന് പെട്ടെന്ന് ഇവരിങ്ങനെ മാറിപ്പോകുന്നതാണ്. പ്രോപ്പർ സമയത്താവില്ല ഫുഡ് കഴിക്കുക, പ്രോപ്പർ സമയത്താവില്ല വരുന്നുണ്ടാവുക, കുളിക്കാൻ ലേറ്റ് ആവുന്നു, അല്ലെങ്കിൽ കുളിക്കാൻ താല്പര്യമില്ല, റൂമിൽ ഒറ്റയ്ക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ ഉറക്കത്തിന്റെ അളവ് മാറുന്നു, ഡ്രസ്സിങ്ങിന്റെ ആ ഒരു പ്രോപ്പർ ചിലപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് വന്നതിൽ ആ ഒരു 25 വയസ്സുള്ള ചെക്കനാണെങ്കിൽ അവൻ ഇന്നിട്ട ഡ്രസ്സ് തന്നെയാണ് നാളെ ഇടുക. അവനത് വൃത്തിയില്ല, ഒന്നും കെയർ ചെയ്യില്ല, ഭയങ്കരമായിട്ട് ഒരു വൃത്തിയില്ലായ്മ അവന്റെ എല്ലാ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവന്റെ ഫ്രണ്ട്സുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവൻ എന്നല്ല അവള്. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ മക്കള് ഒരു KG സെക്ഷന് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മൾ പാരന്റ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ആരാണ് അവരുടെ ഫ്രണ്ട്സ് എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ഡ്രഗ് യൂസ് ചെയ്യുന്ന കുട്ടികളൊക്കെ കണ്ടുവരുന്നത് ഏജിൽ കൂടിയവരായിരിക്കും അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവുക. അവരുടെ പ്രായം എന്ന് വെച്ചാൽ അവരുടെ പിയർ ഗ്രൂപ്പിനനുസരിച്ചായിരിക്കില്ല അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവുക. അതിലും കൂടുതൽ ഏജ് ഉള്ളവരായിട്ടായിരിക്കും ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ നമ്മൾ അത് തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ ഏത് തരം കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്, അവരുടെ ഇൻട്രസ്റ്റിംഗ് പ്ലേ എന്താണ്, ആക്ടിവിറ്റി എന്താണെന്നൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ചില പാരന്റ്സ് പറയും, അവന്റെ ഫ്രണ്ട്സ് പേരൊക്കെ അറിയാം, ആരെന്തോന്നും നിന്നോട് പറയലില്ല. അപ്പൊ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഇപ്പൊ നമ്മുടെ ഓരോ കുട്ടികളും സംസാരിച്ചു തുടങ്ങുന്ന ഒരു പ്രായമുണ്ട് അല്ലെ. ഒരു ഫസ്റ്റ് ബാബ്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ അവരുടെ ആ ഒരു സൗണ്ട് തുടങ്ങുന്നതിന് നമ്മൾ ബാബ്ലിംഗ് എന്ന് പറയും. സൈക്കോളജിക്കലി നമ്മൾ അവരുടെ സ്പീച്ച് ഡെവലപ്മെന്റ്സ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഇതില് സൈക്കോളജിസ്റ്റുകളോ സ്പീച്ച് തെറാപ്പിസ്റ്റുകളോ ആരെങ്കിലും ഉണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ, സൈക്കോളജിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ? യെസ്, ഇന്ദിര. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ നമ്മള് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം, അപ്പൊ അതിനെ നമ്മൾ ബാബ്ലിംഗ് എന്ന് പറയാം.
അപ്പൊ അത് മുതൽ കുട്ടികൾ പല കാര്യങ്ങളും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ചിലപ്പോ നമ്മൾ എന്താണ് അതിലൊരു മീനിങ് ഇല്ല, അതിലൊരു അർത്ഥമില്ല എന്ന് വെച്ചിട്ട് പല പാരന്റ്സും അതിക്ക് ശ്രദ്ധിക്കാറില്ല. അവിടെ മുതൽ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് സ്ട്രോങ് ആവാൻ പോവാണ്. എന്റെ പാരന്റ്സിനോട് ഞാനൊന്നും പറഞ്ഞ അവര് നമ്മളെ കേൾക്കില്ല, നമ്മൾ അവര് ശ്രദ്ധിക്കില്ല എന്നുള്ളത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ചെറുപ്പം മുതൽ അവർ പറയുന്ന എന്ത് കാര്യമായിക്കോട്ടെ, ഇനി നമുക്ക് തോന്നും അതൊരു പൊട്ടത്തരായിരിക്കാം, അല്ലെങ്കിൽ അതൊരു നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കാം എന്നുള്ള കാര്യം. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും അവര് പറയുന്നത് നമ്മൾ ആദ്യം മുതലേ കേട്ട് നിൽക്കുന്ന ഒരു പാരന്റ് ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സുകളെ കുറിച്ചിട്ടും എവിടെയാ പോകുന്നതെന്നും സ്കൂളിൽ നടന്ന ഇൻസിഡൻസും പോകുമ്പോ എന്തൊക്കെ ഉണ്ടായെന്നും A to Z സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരാളാണെങ്കിൽ അവൻ എന്ത് കാര്യവും അല്ലെങ്കിൽ അവൾ എന്ത് കാര്യവും നമ്മളോട് പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്താണ് അവന്റെ ഫ്രണ്ട്സ് ആരാ, അവരുടെ ആക്ടിവിറ്റി എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതുവരെ ചെയ്യാത്ത പാരന്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, പതിയെ പതിയെ മക്കളുമായിട്ട് കൂടുതൽ കമ്പനി ആവാൻ നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ വന്നതില് +1 പഠിക്കുന്ന കുട്ടിയുടെ പാരന്റിനോട് നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം അതാണ്. കാരണം ഇവന് ആ ഒരു പാരന്റൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഡ്രഗ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പതിയെ എത്തിപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്നുള്ളത് ചില കുട്ടികൾ ഫിനാൻഷ്യലി ഡൗൺ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ധാരാളം പണം ആവശ്യപ്പെടും. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് സ്റ്റാമ്പ് കളക്ഷൻ ആണ്, പിന്നെ എന്തോ ഓരോരോ ദിനാചരണങ്ങൾ ഉണ്ടാവില്ലേ സ്കൂളിൽ, അതിന്റെ ഓരോ പ്രോഗ്രാമിനാന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വാങ്ങുമായിരുന്നു. അതുപോലെ അവന് കടയിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്, 4000 രൂപ എങ്ങാനോ മോഷ്ടിച്ചായിരുന്നു. അപ്പോഴാണ് ഇവർ ആദ്യമായിട്ട് സംഭവം പിടിക്കുന്നത്. എന്തിനത് കൊണ്ടുപോയി, എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതോ പോയ വഴിയൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് മനസ്സിലായത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താണ് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് ഇവർക്ക് മനസ്സിലാവില്ല. ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, നല്ല രീതിയിലൊരു ഡിസിഷൻ മേക്കിംഗ് അറിയില്ല. ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായി, അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങൾ പറ്റി, അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് എന്താണ് സംഭവിച്ചതെന്ന് പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും ഇവർക്ക് അറിയില്ല. എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് നമ്മൾ പറയുന്ന എന്തും അവരെ നമ്മൾ കുറ്റം പറയാന്നുള്ള രീതിയിലായിരിക്കും ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവര് റിയാക്ട് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അവരുടെ നല്ലതിന് വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ന്യായം അല്ലെങ്കിൽ അവരുടെ സൈഡ് പറയുവാണെങ്കിൽ പോലും അതെന്തായിരിക്കും, നമ്മൾ അവരെ ത്രട്ടൺ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ അവരെ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഭയങ്കര വിറയലായിരിക്കും. ഇപ്പൊ നമുക്ക് വന്ന കുട്ടിയില് ഒരാളില് നമുക്ക് കണ്ടത് ഫേസിൽ വിറയലുണ്ടായിരുന്നു. മുഖം ഇങ്ങനെ സംസാരിക്കുന്നതിനിടയില് ഇവിടെ ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവന് കൈ ഭയങ്കര വിറയലുണ്ടായിരുന്നു. പിന്നെ വേറൊരു കുട്ടി വന്നിട്ട് ഫുൾ ടൈം എന്ത് സംസാരിക്കുമ്പോഴും എങ്ങനെ അത് ചെയ്ത് കാണിച്ചു തരാൻ എനിക്കറിയില്ല, പക്ഷെ അവന്റെ നെറ്റ് ഇങ്ങനെ സംസാരിക്കുന്നതിനിടെ ഇങ്ങനെ ചുളിഞ്ഞ് കാരണം അവരിങ്ങനെ ഇങ്ങനെ ചുളിഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയിൽ അത്തരം സിംറ്റം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഓരോ ഡ്രഗ്സിനനുസരിച്ച് സിംറ്റംസ് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സംസാരത്തിൽ വൈകല്യം. ഈ വന്ന 3 കുട്ടികളിലും സംസാരത്തിൽ വൈകല്യം ഉണ്ടായിരുന്നു. ചില അക്ഷരങ്ങള് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാൻ വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർ കണക്ഷൻ കിട്ടായ്മ. ഇത്തരം കാര്യങ്ങളിൽ ഈ 2 കുട്ടികളിലും ഈ വന്ന 3 കുട്ടികളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യത്തേക്ക് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മെമ്മറി, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറന്നു പോകും. ഇപ്പൊ നമ്മൾ കടയ്ക്ക് ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടു, എന്താന്ന് അറിയില്ല അവന്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോവാണ്, നീ ഇപ്പൊ വന്നിട്ട് വീട്ടിൽ ഇന്നടത്ത് ഫുഡ് വെച്ചിട്ടുണ്ട് കഴിച്ചോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല, പെട്ടെന്ന് കാര്യത്തിൽ മറന്നു പോവാ. അതുപോലെ തന്നെ ചുറ്റുള്ളവരെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ബോധം ഉണ്ടാവില്ല. ചുറ്റുള്ളത് ആരാന്നോ എന്താന്നോ അതിനെ കുറിച്ച് അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ മനസ്സിലാക്കാതായിരിക്കും. എന്ന് വെച്ചാൽ ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അഗ്രസീവ് ആവുക, അല്ലെങ്കിൽ വീട്ടിലുള്ള പാരന്റ്സ് അല്ലെങ്കിൽ സിസ്റ്ററോ ബ്രദറോ അവരാരാന്നറിയാതെ നമ്മളെ സിസ്റ്ററാണ് ബ്രദറാണ് അവരോട് അങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല, അതല്ലെങ്കിൽ പാരന്റ് ആണ് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാതെ മോശമായിട്ട് പെരുമാറുക.
അതുപോലെ തന്നെ ഹാലൂസിനേഷൻ. ഇപ്പൊ ഇതിൽ വന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഒരു ഹാലൂസിനേഷൻ, ഒരു ഇൻസിഡന്റ് ആണ് പറയുന്നത്. ഹാലൂസിനേഷൻ ജസ്റ്റ് കണക്ഷനേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഉദാഹരണം പറയുവാണ് കേട്ടോ. ഇവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ മൊബൈലില് ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ് വെച്ചായിരുന്നു. ആ സമയത്ത് ഇവൻ എന്തില്ല, ആ ഒരു പരിസരത്ത് പോലും ഇല്ല, ആ നാട്ടിലേ ഇല്ലാത്തൊരു സമയം. അവൻ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് പറയാം, സ്റ്റാറ്റസിൽ പ്രോഗ്രാം പിന്നെയും കണ്ടിട്ട് പറയാ, ഇല്ല ഞാൻ ഈ പ്രോഗ്രാം കണ്ടു. എവിടെ നിന്ന്? ഞാൻ അവിടെ നിന്ന് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്തൊരു കാര്യം അവനത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അത്തരം പല ഇൻസിഡൻസും ഇവൻ ചെയ്യുന്നുണ്ടെന്ന് അവന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാം ഒരു സംശയം ചോദിച്ചോട്ടെ, ഒരു മിനിറ്റ്. അപ്പൊ ഈ വിറയല് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന അല്ലല്ലോ, അത് കുറച്ചുകൂടി അഡിക്റ്റ് ആകുമ്പോൾ മാത്രല്ലേ ഈ സിംറ്റംസ് ഒക്കെ കാണുള്ളൂ. കുട്ടികളാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രഗ് കിട്ടാതെ ആവുന്ന അവസ്ഥയിലാണ് കാണുന്നത്. അതുപോലെ തന്നെ വിഡ്രോവൽ സിംറ്റം ഉള്ളവരിലും. ഇപ്പൊ ചില ഡ്രഗ്സിന് ഇത്ര സമയം മാത്രമേ ഹാപ്പിനെസ് കിട്ടൂന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. ഞാൻ ഇതിന്റെ ഡ്രഗ്സ് കാരണം ഈ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിലുള്ളവര്, ക്ലാസ് കേൾക്കാൻ നിൽക്കുന്നവര് ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല, നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ ചിലർക്ക് എന്താണ്, ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോ ഓരോ സ്റ്റേജസും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ചിലർക്ക് എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ചില കുട്ടികളിൽ നേരത്തെ തന്നെ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള അവെയർ ഉണ്ടാവുമ്പോ അവരെന്താണ്, ഓക്കെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്താ, ആ ഒരു സംഭവം വരും. അപ്പൊ ചില ഡ്രഗ്സിന് ഇത്ര സമയം, ഒരു 1/2 hour, 3/4 മണിക്കൂർ, 1 hour, 2 hours എന്നൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ട്, ഇത്തരം വിറയൽ വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലെ വരുന്നുണ്ട്, കിട്ടാത്തതുകൊണ്ട് ചില ഡ്രഗ്സിന്, പെർട്ടിക്കുലർ ഡ്രഗ്സിന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഡ്രഗ്സിന്റെ പേര് പറയാതെ നമുക്ക് വീട്ടിൽ നിന്ന് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ സിംറ്റംസ് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ക്ലിനിക്കൽ സെറ്റിംഗ്സിലാണെങ്കിൽ നമുക്ക് ഒന്നുണ്ട്, അതിന്റെ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കിത് എങ്ങനെ പെട്ടെന്ന് ക്വിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വെബിനാർ കൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവരും ഇപ്പൊ ഇതിൽ സൈക്കോളജിസ്റ്റ് അല്ല, എല്ലാവരും ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ പോകാൻ പറ്റുന്നവരല്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പരിചയമുള്ളിടത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പറയുന്നതാണ് ഇവരിൽ ചില ഡ്രഗ്സ് ഉപയോഗിക്കുന്നവര് പല്ല് കടിച്ചായിരിക്കും സംസാരിക്കുക. ചെറുപ്പം മുതലേ പല്ലടിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല, പല്ല് കടിച്ച് സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചില ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരില് ഇപ്പൊ ഈ പല്ല് കടിക്കുന്നതും ഇനി പറയാൻ പോകുന്നതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കളക്ട് ചെയ്ത് കിട്ടിയ അത് ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഒരു കുറെ സംഭവങ്ങൾക്ക് കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അതിൻ്റെതായ ഒരു രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അവയറിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല. സാധാ നമ്മുടെ ചോറിനോട് ഭയങ്കര വെറുപ്പ് തോന്നും. ഇപ്പൊ നമ്മുടെ വീട്ടിലെ നോർമൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാതാവുന്നുണ്ട് കുറെ കുട്ടികളില്. അത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ. പൊതുവെ ഇന്നത്തെ കുട്ടികൾക്ക് സാധാരണ ചോറിനോട് ഒരു ഇഷ്ടമില്ലാത്തൊരു ഇത് വരുന്നുണ്ടല്ലോ. പക്ഷെ ആദ്യം ആദ്യം ഫുഡ് കഴിച്ചിരുന്ന കുട്ടി പിന്നെ ചോറ് കഴിക്കാത്ത അവസ്ഥ, ചോറ് കഴിച്ചാൽ വോമിറ്റ് ചെയ്യുന്നുണ്ട് ഇവര്. ചോറ് കഴിക്കില്ല, വോമിറ്റ് ചെയ്യാണ്. അനുബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ലക്ഷണങ്ങളില് ചില ലക്ഷണങ്ങളൊക്കെ മുമ്പേ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡ്രഗുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിലിപ്പോ നമ്മള് ഒരു സിംറ്റം വെച്ചിട്ട്, ഇപ്പൊ നമ്മള് സൈക്കോളജിക്കല് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഒരു അസുഖം ആണെങ്കിൽ പോലും നമ്മൾ ഒറ്റ സിംറ്റം കൊണ്ട് ഇന്നതാണെന്ന് നമ്മൾ പറയാറില്ല. അതിൽ മൾട്ടി സിംറ്റംസ് വരുമ്പോഴാണ് ഓക്കെ ഡ്രഗ് അഡിക്ഷനിക്കാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്ന് നമ്മൾ പറയാം. ഇപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് എന്താണ്, ചോറ് കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാണ്, അപ്പൊ ഏതൊക്കെ തരം ഫുഡ് പറ്റും, അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, കുട്ടിയുടെ ബിഹേവിയർ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓക്കെ ഇതാണെന്ന് എന്ത് ചെയ്യാ, വെരിഫൈ ചെയ്യാം. കളക്റ്റീവ്ലി നോക്കണം, ഒരെണ്ണം ഇൻഡിവിജ്വൽ ആയിട്ടല്ല എന്നർത്ഥം. അതെ അതെ, മൾട്ടി സിംറ്റംസ് ഉണ്ടാവും. കണ്ണ് ചോക്കില്ലേ മാം? എങ്ങനെയാ?
കണ്ണ് ചുവക്കുന്നതുണ്ടല്ലോ അത് drugs use ചിലതിന് മാത്രമേ ഉള്ളൂ. ചില ഡ്രഗ്സിന് മാത്രമേ ഉള്ളൂ. ചിലതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതില് കാണുന്നത് ഇല്ല. സ്മെല്ല് പോലും ഉണ്ടാവില്ല. ആണ് ചില സാധനങ്ങൾ സ്മെല്ലില്ല. അതുപോലെ തന്നെ നമ്മള് സ്ലൈഡ്, ഗ്ലാസ് ഒബ്ജക്റ്റ് ഇതിലൊക്കെ വെച്ചിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ ലാബുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ ഗ്ലാസ് സ്ലൈഡ് കണ്ടിട്ടുണ്ടോ? ഗ്ലാസ് സ്ലൈഡ്. അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞെന്താണ്, ഇതൊന്നും കിട്ടാത്തോണ്ട് പാവപ്പെട്ടവര്, അതും പറയുന്ന ഒരു കോമഡിയാന്നേ, ഇപ്പൊ അവരൊക്കെ റിക്കവർ ആയി പോയിട്ടോ. അവരുടെ പാസ്റ്റിനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്ലാസ് ബൾബിലാണ് ഉപയോഗിക്കുന്നത്. ബൾബില്ലേ, പണ്ടത്തെ ബൾബ്, മറ്റേ മഞ്ഞ ബൾബ്, അതിലാണെന്ന്. പക്ഷെ ഇവർക്ക് ഇപ്പൊ അതൊക്കെ കുറ്റബോധം കൊണ്ട് പറഞ്ഞത് ഞങ്ങളുടെ അന്നത്തെ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ആരും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ചെയ്തതാണ്. ഇപ്പൊ അതിനെ കുറിച്ച് ഭയങ്കര കുറ്റബോധമുണ്ട്. ഇപ്പൊ ലൈഫിന്റെ സീരിയസ്നെസ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞവരാ. പുതിയതായിട്ട് ഇറങ്ങിയ സിന്തറ്റിക് ഡ്രഗ്സിനൊന്നും സ്മെല്ലില്ല എന്ന് പറയുന്നേക്കാം. അതെ അതെ. മനസ്സിലാവില്ല അവരത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അതെ. അപ്പൊ ഇവര് പറഞ്ഞൊരു സംഭവമാണ് പല്ല് കടിക്കുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ ചോറ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ വൊമിറ്റ് ചെയ്യുക. അതുപോലെ വയറ് കുഴിഞ്ഞിരിക്കുക, വയറിനടിയിൽ മടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കൽ കുറഞ്ഞിട്ട് വയറിനടിയിൽ മടക്ക് വരിക, ഉറക്കമില്ലായ്മ, നൈറ്റ് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ വിഡ്രോവൽ, ഫാമിലിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുക. അധികം ഫാമിലിയായിട്ട് ഇന്ററാക്ട് ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഒരു ചാനലില് കണ്ടിരുന്നല്ലോ, ഇത് കുപ്പി മുറിച്ചിട്ട് കുപ്പിയുടെ ഉള്ളില് ഏതോ ഒരു ഗുളികയും പിന്നെ സിഗരറ്റിന്റെ ഇതില്ലേ അടിയിലുള്ള അതുകൂടെ മിക്സ് ചെയ്തിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ട് ഇത് ചെയ്യണം. അത് മരിച്ചല്ലോ. ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ആ കുപ്പികളൊക്കെ ഇങ്ങനെ മുറിച്ച് അവശിഷ്ടങ്ങൾ കിടക്കുന്നത് ഏതോ റിപ്പോർട്ടർ ചാനലോ 24 ഏതാണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 24 മറ്റോ ചെയ്യുന്നുണ്ടായിരുന്നു. ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ കുട്ടികള് പലതിനും ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആയിട്ട് ഇവരെന്നെ കുറെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പുതിയ പുതിയ സാധനങ്ങൾ അവര് തന്നെ ഡെവലപ്പ് ചെയ്തു വരികയാണ്. അവർക്ക് കിട്ടുന്ന ഈസിലി അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ചിട്ട് അവര് തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുവാണ്. അതെ. ആക്ച്വലി ഇവർ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, എങ്ങനെ സന്തോഷം കണ്ടെത്താന്നുള്ളത്. ഇപ്പൊ നമുക്ക് സന്തോഷത്തിനായിട്ട് ഒരുപാട് ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അത് എലിവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എമൗണ്ട് വളരെ കുറയുക ചെയ്യുന്നത്. ഇപ്പൊ ഡോപ്പാമിൻ കുറയുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്സൈറ്റി, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് പുറത്ത് വരിക. കാരണം ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഏർലി മെച്യൂരിറ്റി കാണിക്കാനായിട്ടും കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ അതെ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു കുട്ടി 7ാം ക്ലാസ് ഒരു കുട്ടി പിന്നെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോ, ഇല്ല നീ ചെറിയ കൊച്ചാണ്, നീ ഇച്ചിരി കൂടെ വലുതാവട്ടെ എന്ന് പറയുമ്പോ അവനെ സംബന്ധിച്ചോളം ഓക്കെ, സിഗരറ്റ് വലിച്ചാൽ ഞാൻ വലുതായി, ഞാൻ മെച്യൂർ ആയി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം അവന്റെ ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ ഡ്രഗ്സ് യൂസ് നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അന്നൊക്കെ സിഗരറ്റേ ഉള്ളൂ എന്ന് മാത്രം. അതെ അതെ. ഇന്നിപ്പോ ഇച്ചിരി കൂടെ ഡെവലപ്പായി. മാം, നമ്മുടെ ക്ലാസ്സിൽ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം? ഏറ്റവും ഫസ്റ്റില് കുട്ടികളെ, ഇപ്പൊ സ്കൂളിൽ ഉച്ചക്ക് രാവിലെ പോണ കുട്ടികളെ ചിലപ്പോൾ ഉച്ചക്ക് അവസ്ഥയൊക്കെ കുറച്ച് മാറിയിട്ടൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അത് ഡ്രഗ് യൂസ് ചെയ്തിട്ടാണെന്ന് പെട്ടെന്ന്? ചിലരിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഉറക്കം ഉണ്ടാവും, ചിലർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, കൺഫ്യൂസ്ഡ് ആവും, വിറയലുണ്ടാവും, സംസാരത്തില് വൈകല്യം ഉണ്ടാവും, പല്ല് കടിക്കുന്നുണ്ടാവും, ഭയങ്കര ആങ്സൈറ്റി ആയിട്ട് കാണിക്കുക, ഭയങ്കര ടയേർഡ് ആയിരിക്കും, ഭയങ്കര ജെർക്കിങ്, ഇങ്ങനെ ആടിക്കൊഴഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലാസ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതെ അതെ. ചിലര് മുഖത്ത് പ്രോപ്പർ ആയിട്ട് നോക്കൂല, ഭയങ്കര ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ആയിരിക്കും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള. ഇപ്പൊ നമുക്ക് ഈ അഡിക്ഷനുള്ള കുട്ടികളൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ അവര് പ്രോപ്പർ ആയിട്ട് സംസാരിക്കൂല, നമ്മളുടെ മുഖത്തേക്ക് ശരിക്കും നോക്കില്ല. ഇവൻ ചിരിക്ക പോലും ഇല്ലാതെയായിരുന്നു വന്നിരുന്നീന്ന് എല്ലാരും. അതിലൊരാള് നിർത്തിയതിനു ശേഷം വിഡ്രോവൽ സിംറ്റം ആയിട്ടാണ് വന്നത്. നിർത്തി 3 മാസമായി. പക്ഷെ അതിന്റെ വിഡ്രോവൽ സിംറ്റം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ 25 വയസ്സുള്ള ചെക്കൻ വന്നത്, അവൻ വന്നത്. ഞാൻ അത് നിർത്തി 3 മാസമായി, പക്ഷെ വിഡ്രോവൽ സിംറ്റം
പെട്ടെന്ന് അങ്ങോട്ട് റിക്കവർ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെക്കും. ഈവൻ ഒരു പെൻസിൽ പോലും മാറ്റി വെക്കും. ടേബിൾ ക്ലീൻ ചെയ്യും. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ എന്താന്നുള്ളത്. അതുപോലെ തന്നെ മരത്തിന്റെ ഒരു ചെയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കനം കുറഞ്ഞ ഈസിലി അവർക്ക് പിക്ക് ചെയ്യാനും, അതുകൊണ്ട് മേ ബി എങ്ങാനും നമ്മൾ അടിച്ചാൽ പോലും ഹാർംഫുൾ അല്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റിങ്സ് ഒക്കെ വെക്കും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഏത് കണ്ടീഷനിലാണ് ആള് എന്നുള്ളത്. പിന്നെ അതിന്റെ സിവിയോരിറ്റി നോക്കാം. നമുക്ക് ടെസ്റ്റ് ടൂളൊക്കെ സോറി കണ്ടിന്യൂ ഇല്ല ചോദിച്ചോളി. ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ ഒരു ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ആണോ ഡെവലപ്പ് ആവുക, അതോ ക്വിക്ക് ആയിട്ട് ഒരു ഷിഫ്റ്റ് ആണോ ഉണ്ടാവുക അത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ? അതാ പറഞ്ഞ ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ഡ്രഗ്സ്. ഏത് ഡ്രഗ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ആളിലൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് തന്നെ അവരുടെ ഒരു ഡെയിലി റൊട്ടീന് മാറുക, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് മാറുക, പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ തന്നെ വൃത്തിക്കുറവ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ചേഞ്ച് ആവുന്നത്. അതുപോലെ അമിതമായിട്ടുള്ള ഉറക്കം, രാത്രി ഉറങ്ങാതിരിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അവരുടെ ബാഗ്, ഷൂസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പോ നമ്മൾ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒരു ചെക്കൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് ഉണ്ടല്ലോ, അത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്നത് ബോയ്സിന്റെ ഷോർട്സ് ഇല്ലേ, ഷോർട്സിന്റെ വള്ളിയുടെ ഗ്യാപ്പ് കണ്ടിട്ടുണ്ടോ? ഷോർട്സ് അതിന്റെ ആ വള്ളിയുടെ ഗ്യാപ്പിൽ വെക്കാൻ പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാല് അതിന്റെ സ്പോഞ്ച് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കയറിന്റെ സ്പോഞ്ച് ആണെന്നേ വിചാരിക്കുള്ളൂ. ഓക്കെ മാം, മാമിന്റെ അടുത്ത് വന്ന ഈ കേസുകൾ ഫുള്ളും അവരായിട്ട് വന്നതാണോ അതോ പാരന്റ്സ് കൊണ്ടുവന്നതാണോ? ഒറ്റൊന്ന് മാത്രമേ അവരായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം പാരന്റ്സ് കൊണ്ടുവന്നേ. അപ്പൊ പാരന്റ്സിന് അത് എങ്ങനെയാണ് ശരിക്കും മനസ്സിലായിട്ടുള്ളത്? ഒരാളുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു 4000 എമൗണ്ട് മോഷണം പോയായിരുന്നു കടയിന്ന്. അപ്പൊ അത് അവരെങ്ങനെ പോയി എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് അവൻ പഠിക്കുന്ന സ്കൂളിലും കാര്യത്തൊക്കെ നന്നായിട്ട് അന്വേഷിച്ചു ആണ് നമ്മളടുത്ത് കൊണ്ടുവന്നത്. മറ്റൊരാളുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അതിന്റെ പാക്ക് പിടിച്ചു. കുറെ ആയി ഇവന്റെ ചേഞ്ചസ് വന്നിട്ട്, പക്ഷെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം പിടിച്ച് അന്നത്തെ ദിവസം രാത്രി എങ്ങാനോ വേറെ എവിടേക്കോ കൊണ്ടുപോവായിരുന്നു. അവിടുന്നാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് പെട്ടെന്ന്. അവനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വേറെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തന്നെ അവര് ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പൊ ആ ഒരു സമയത്ത് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഏകദേശം ഇതിനെ കുറിച്ച് അറിയാം, കേട്ടിട്ടുണ്ട് അവൻ ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ല വെച്ചാൽ ഞങ്ങൾക്ക് ഹോം കൺസൾട്ടേഷനാണ് നടത്തിയത്. വീട്ടിലേക്ക് കയറാൻ റെഡി ആയിരുന്നില്ല ആള്. പക്ഷെ നിർബന്ധിച്ച് കയറ്റി ഇരുത്തി അവൻ സംസാരിക്കാൻ ഫസ്റ്റ് ഡേ അവനൊന്നും ഒട്ടും കോപ്പറേറ്റീവ് ആയിട്ടല്ല സംസാരിച്ചത്. ദെൻ സെക്കൻഡ് ഡേ ഏകദേശം ഒന്ന് കോപ്പറേറ്റീവ് ആയി. പക്ഷെ പകുതി വെച്ചപ്പോ അവരെന്തായി ട്രീറ്റ്മെന്റ് നിർത്തുകയും ചെയ്തു. ഓക്കെ മാം, ചില ആൾക്കാർക്ക് ഇപ്പം ഇതിനോട് ഇതിൽ പെട്ടിട്ട് പിന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ഹലോ ആരായിരുന്നു ചോദിച്ചായിരുന്നേ? ഞാൻ പുഷ്പയാണ്. ചോദിക്കട്ടോ. നമ്മൾ അതിന് ചികിത്സിക്കേണ്ടത് ശരിക്കും ഇങ്ങനെ ഒരു എങ്ങനെ അഡിക്ഷൻ സെന്ററിലാണോ? നമുക്ക് ഡി അഡിക്ഷൻ സെന്ററിലാണ് നല്ലത്. ചിലര് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് മാറും. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് സഹകരിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സിവിയോറിറ്റി ടെസ്റ്റ് ചെയ്യും. ആ സിവിയോറിറ്റി നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അത്രയും ചെറിയൊരു സ്റ്റേജിലാണെങ്കിൽ അവര് കോപ്പറേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ സെന്ററിലേക്ക് റെഫർ ചെയ്യാറ്. ചിലർക്ക് അവിടെ അഡിക്ഷൻ സെന്ററിൽ പോകുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, കൂടെ നമ്മളുടെ അടുത്ത് വന്നിട്ട് കൗൺസിലിംഗ് എടുക്കുന്നുണ്ടാവും. അതെ, വെറും നമ്മൾ കൗൺസിലിംഗ് കൊണ്ട് ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഇല്ല. അതിനാണ് പറയുന്നത് നമ്മൾ ഡെഫിനറ്റ്ലി സിവിയോറിറ്റി ടെസ്റ്റ് ചെയ്യണം. ഏത് ഡ്രഗ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പൊ ഡിഫറെന്റ് ഡ്രഗ്സ് ഉണ്ടല്ലോ, ചിലതിന് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഇപ്പൊ ഈവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡ്രഗ്സ് എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ചിലതാണെങ്കിൽ ഓക്കെ അതിന്റെ ഒരു സിവിയോറിറ്റി നോക്കിയിട്ട് അത്ര അധികം സിവിയോറിറ്റി ഇല്ലെങ്കിൽ അവരും കോപ്പറേറ്റീവ് ആണെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്ന 2 കേസ് നമ്മൾ റെഫർ ചെയ്തതാണ്. അവരവിടേക്ക് പോവാൻ റെഡി ആവുന്നില്ല.
ഒരാള് പകുതി വെച്ച് നിർത്തി, ഒരാളെ നമ്മൾ അങ്ങോട്ട് വിട്ടായിരുന്നു. വിട്ട് അവിടുന്ന് എന്ത് ചെയ്തു, അവര് അവിടുത്തെ ബാക്കി ടെസ്റ്റുകളൊന്നും എടുക്കാതെ വീണ്ടും നമ്മളെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. വിഡ്രോവൽ അപ്പൊ നമ്മൾ സിംറ്റത്തിനും നമ്മള് വിഡ്രോവൽ സിംറ്റത്തിനും വിഡ്രോവൽ സിംറ്റത്തിനും നമുക്ക് എന്തുണ്ട്, അതിന്റെ സിവിയറിറ്റി ടെസ്റ്റ് ഉണ്ട്. ഇപ്പൊ ആള് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, എത്രത്തോളം ഉണ്ട് നോക്കണം. ചിലത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചിലർക്ക് എന്ത് ചെയ്യണം, മെഡിസിൻസ് വേണം. ചിലർക്ക് ഒരു വർഷമോ, ചിലർക്ക് 6 മാസമോ, ചിലർക്ക് അതിലപ്പുറമൊക്കെ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം പ്ലസ് കൗൺസിലിംഗ് കൊടുത്താലുള്ളൂ റിക്കവർ ആവാം. ഡി അഡിക്ഷൻ സെന്ററിൽ മെഡിക്കേഷൻ കൊണ്ടേ മാറുള്ളൂ അല്ലേ? മെഡിക്കേഷൻ മോസ്റ്റ് ഓഫ് പേർക്കും മെഡിക്കേഷൻസ് നിർബന്ധമാണ്. ഡി അഡിക്ഷൻ സെന്ററൊക്കെ പോകേണ്ട, ചിലർ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ കുട്ടികളെ ഈ വാഹകരായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാ ഈ ചെറിയ മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ? ഓക്കെ, ആദ്യം ഒരാള് ചോദിക്കാവോ, ആദ്യം ആരാണ്? ഓക്കെ, പേര് ഞാൻ നോക്കാവേ. ഞാൻ ഫോട്ടോയിലേക്ക് ആദ്യം കേട്ട വോയിസ് ആദ്യം അബ്ദുൽ റഹൂഫ് ചോദിച്ചു, പിന്നെ ഗീതാഞ്ജലി. ഓക്കെ, ആദ്യം റഹൂഫ് ചോദിക്കാവോ? ഇവർക്ക് പെട്ടെന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടോ? എങ്ങനെയാലും വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊരു ഹാബിറ്റായി മാറുമല്ലേ അഡിക്ഷൻ എന്നുള്ളത്. അവരുടെ ഒരു ഡെയിലി റൊട്ടീനാണത്. അത് ചേഞ്ച് ആകുമ്പോൾ അതിന്റെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. പക്ഷെ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തായാലും ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് അവർ പറഞ്ഞുതരും. ഏത് ഡ്രഗ് ആണ്, അതിന്റെ സിവിയോറിറ്റി നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും. പിന്നെ ഗീതാഞ്ജലി ആണോ? ഗിരിജ സോറി. ചോദിച്ചത്, ഈ കുട്ടികള് ഇതുപോലെ വാഹകരായിട്ട് ഉപയോഗിക്കുന്നില്ലേ? ഇപ്പൊ ഞാൻ സ്കൂൾ ടീച്ചറാണ്. കുട്ടി കുറേ നാള് കുട്ടി വരുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ച് ഞാൻ അതിനെ നല്ല സോപ്പിംഗ് ആക്കി കൊണ്ടിരുന്ന ഒരു കൂട്ടത്തിൽ പെട്ടതാണ്. ആ ചെറിയ കുട്ടി 10ാം ക്ലാസ്സുകാരനാണ് ആള്. പക്ഷെ അവൻ എല്ലാം കള പറയും, നുണ പറയും നല്ലോണം. ഞാൻ പറഞ്ഞു, നീ ടീച്ചറോട് എന്തോ, മറ്റേ ക്ലാസ് ടീച്ചറോട് എന്തോ പറഞ്ഞോ, നീ ടീച്ചർ ചോദിക്കുന്നത് ശരിക്കും പറയുക, എങ്ങോട്ട് ഞാൻ ഫറോക്കിലാണ് ടീച്ചറെ പോണത് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലം പറഞ്ഞ് ഫറോക്കിലേക്ക് പോണു. അപ്പൊ ബാക്കി പറയുന്നില്ല കേട്ടോ, ബാക്കി എന്ത് പറഞ്ഞാലും കുട്ടി പറയുന്നില്ല. അപ്പൊ വേറെ ആൾക്കാരോട് അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി ചെറിയൊരു അവനെ എക്സ്ചേഞ്ച് അവന്റെ കയ്യിൽ കൊടുത്തു വിടുന്ന ഒരു ഏർപ്പാട് അങ്ങനെ ആവുന്നുണ്ടല്ലോ. ഈ കുട്ടി സ്കൂളിൽ വരുന്നില്ല, കണ്ടിന്യൂസ് ആബ്സെന്റ് ആണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ അന്വേഷിച്ച് വളരെ മാസങ്ങളോളം അന്വേഷിച്ചത്, എവിടെ ഈ കുട്ടി പോണേന്ന് അറിയണ്ടേ. സ്കൂളിൽ വീട്ടിൽ നിന്ന് പോണുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ല. ഭയങ്കര ഒരു പാവപ്പെട്ട കുടുംബത്തിൽ, അവരെ അവസ്ഥ അങ്ങനെ തന്നെ ആണല്ലോ. ഈ കുട്ടികൾ ആ രീതിയിലല്ലേ ലീഡ് ചെയ്യുക. അപ്പം ആ അവസ്ഥയിൽ പോകുമ്പോൾ കുട്ടിക്ക് എവിടെ പോണു, സ്കൂളിലേക്ക് പറഞ്ഞിട്ടാണ് വരുന്നത്. കുട്ടിന്റെ വീട്ടിലാകെ ജ്യേഷ്ഠന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അതിനെ നോക്കാൻ. അമ്മയും അച്ഛനും ഇവിടെ അല്ല, വേറെ വീട്ടില്. അതായത് അവരെ ഫാമിലി ഇഷ്യൂസ് ആണ്. അപ്പൊ അങ്ങനെ കുട്ടീനെ ഫറോക്കിലേക്ക് പോന്നു, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോണു എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ വാഹകരായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടത്. അപ്പൊ ആ കുട്ടി യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് തെളിയുന്നില്ല. കുട്ടിക്ക് അങ്ങനത്തെ ഒരു സിംറ്റംസ് ഒന്നും കാണുന്നില്ല. കുട്ടിക്ക് പൈസ കിട്ടും, ക്യാഷ് കിട്ടും. കാരണം ഇത് ഇന്ന ആൾക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെ കൊടുത്ത് കുറേ അന്വേഷണത്തിന് ശേഷമാണ് ആ കുട്ടീനെ ഒന്ന് നേരെ ആവുന്നുണ്ട് കേട്ടോ. ആ കുട്ടി കുറച്ചായിട്ട് വരുന്നുണ്ട്, ഇപ്പൊ കൂടെ വരുന്നുണ്ട്. ആ കുട്ടി അങ്ങനെ ധിക്കാരൊന്നും പറയില്ല അധികം. അപ്പൊ അതുകൊണ്ട് ആ കുട്ടീനെ നമ്മൾക്കൊന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഇത്രയും കണ്ടിന്യൂസ് ആബ്സെന്റ് കുട്ടി ഇങ്ങനെ ഇതാണ് കാരണം. കുട്ടിക്ക് ക്യാഷ് കിട്ടും, ഒരു ചേട്ടൻ കുട്ടിക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അത് ഇന്ന ആൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്താണെന്നൊന്നും പറയുന്നില്ല. റിപ്പോർട്ട് ചെയ്തോ? ഏത്? ഞാൻ ശരിക്കും നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കുറച്ചുകൂടി നോക്കാം, PT ഒക്കെ ഇടപെട്ടു അതില്. അപ്പൊ കുറച്ചുകൂടി നോക്കാം, ഒന്നുകൂടി ആ കുട്ടീനെ എങ്ങനെയാണൊന്ന് അല്ലാതെ കുറച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് PTA പ്രസിഡന്റ് ഒക്കെ ഇടപെട്ട് വലിയൊരു കേസ് ആയിരുന്നു, ഇഷ്യൂ ആയിരുന്നു. അപ്പൊ കുട്ടി കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവിലേക്കാണ് വരുന്നത്. പിന്നെ കുട്ടീനെ നെഗറ്റീവിലേക്ക് അങ്ങ് നയിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് ഒന്നും ചെയ്തില്ല. ഇപ്പൊ കുട്ടി ഇതാ പഠിക്കുന്നുണ്ട്, കുറച്ച് സ്കൂളിലൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ കുട്ടി, എനിക്ക് തോന്നുന്നു കുട്ടി സ്കൂളിൽ ആബ്സെന്റ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ കുറെ കണ്ടുപിടിച്ച് അങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയ ഒരു സിസ്റ്റം. അപ്പൊ എന്നിട്ട് പറഞ്ഞിരുന്നു, എനിക്ക് പരിചയമുള്ളൊരു എക്സൈസിന്റെ സാറുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പൊ നമുക്കൊക്കെ അറിയുന്ന ഒരു സാറുണ്ട്. ആ സാറിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു, കുറച്ചുകൂടി ഒന്ന് നോക്കട്ടെ ആ കുട്ടി എങ്ങനെ, ഞാനൊന്ന് ഒബ്സർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞിട്ട് കുട്ടി ഏത് രീതിയിൽ പോകുന്ന അറിയില്ലല്ലോ.
അതിന് ഭയങ്കര. പൈസ കിട്ടുന്നുണ്ട്, അതിന് പൈസ മതി. കാരണം വീട്ടിൽ വളരെ പാവപ്പെട്ട കുടുംബമാണ്. അതാണ് കുട്ടികളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. അതെ അതെ. അതാണ് പറയാം. അങ്ങനെ ഉപയോഗിക്കുന്നു കുട്ടികളെ കുറെ അതെ അതെ. കാണുന്നുണ്ട് ഇപ്പൊ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ മക്കള് പോകുന്ന ഒരു സ്റ്റേജസ് ഓഫ് അഡിക്ഷന്റെ ഒരു സ്റ്റേജ് ആണ് ഇനി ഞാൻ പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു 5 കാര്യങ്ങൾ പറയാം. ഓരോ കുട്ടികളുടെയും സ്റ്റേജസ് ആണ് ഇതെല്ലാം. ഞാൻ പറയുന്നത് കുറെ കുട്ടികളോട് ചോദിച്ചിട്ടാണ്, എല്ലാം റിക്കവർ ആയി പോയ കുട്ടികളോട് ചോദിച്ചിട്ടാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ ഒരു അതോറിറ്റിക്കും ഒതന്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റിപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് എക്സ്പെരിമെന്റേഷൻ. ഭയങ്കര ക്യൂരിയോസിറ്റി, നമ്മൾ പറഞ്ഞില്ലേ, ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് എന്ത് ചെയ്യാറുണ്ട് പല കുട്ടികളും. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്, ഇപ്പൊ കൂടുള്ള ഫ്രണ്ട്സ് ആടാ, ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം, ഇത് നല്ല രസമാടാ, ഇൻട്രസ്റ്റിംഗ് ആടാ എന്നുള്ള രീതിയിൽ. ഇപ്പൊ ചിലര് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നോക്കുക, നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെ, ആ ഒരു ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ട് എക്സ്പെരിമെന്റേഷൻ, ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സിറ്റുവേഷന് വേണ്ടിയിട്ട്, എന്താ പറയാ, ഒരു സ്ട്രെസ് സിറ്റുവേഷൻ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ. ഇപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒരു ഫംഗ്ഷൻ ഇരിക്കാണ്. ഇപ്പോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് കണ്ടില്ലേ, മറ്റേ എന്താണ് കോളേജിന്റെ എന്താന്ന് പറയാൻ ഞാൻ മറന്നുപോയി, ഫെയർവെൽ അല്ല, സെൻഡ് ഓഫ് പാർട്ടി അല്ലേ? സെൻഡ് സെൻഡ് ഓഫ്. ഓഫ് പാർട്ടി. സെൻഡ് ഓഫ് പെട്ടെന്ന് കിട്ടുന്നില്ല, ഫംഗ്ഷൻ ഓർമ്മ വരുന്നുണ്ട്, പേര് കിട്ടുന്നില്ല. ഓക്കെ, സെൻഡ് ഓഫ് പാർട്ടിക്ക് ഇപ്പൊ ഡ്രഗ്സ് കൊണ്ട് നടന്നത് ലാസ്റ്റ്, ഇപ്പൊ ഇന്നായിരുന്നു ന്യൂസിൽ ഉണ്ടായിരുന്നേ. സെൻഡ് ഓഫ് പാർട്ടിക്ക് കുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. അതെ, ഒരു സോഷ്യൽ യൂസിന്. ഇപ്പൊ പണ്ടൊക്കെ നല്ലേ, നമ്മളിപ്പോ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർമ്മയുണ്ട്, ആദ്യത്തെ ക്ലാസ് ഒക്കെ ഡ്രഗ്സിന്റെ ക്ലാസ് എടുക്കുമ്പോ നമ്മൾ കൂടുതൽ ആൽക്കഹോളാ പറഞ്ഞിരുന്നത്. അത് നമ്മൾ പറയുമ്പോ എന്താണ്, ജോലി സ്ട്രെസ് മാറാന്, ജോലി സ്ഥലത്ത് എന്തെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ആണുങ്ങള് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു, എടാ ഈ ഒരു പെഗ് എടുക്കടാ, അല്ലെങ്കിൽ ഈ ഒരു ഇച്ചിരി എടുക്കടാ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന, അതിനെ കുറിച്ചാ സംസാരിച്ചിരുന്നത്. ഇപ്പൊ ആൽക്കഹോൾ അല്ല വിഷയം, അതിലപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് അവര് പറയുന്ന ഏതെങ്കിലും ചെറിയ പാർട്ടിക്ക് ചെറിയ ഏതെങ്കിലും ഡ്രഗ്സ് ആൽക്കഹോൾ പോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതിന് പകരം ഇപ്പൊ കുട്ടികള് പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ ഇൻസിഡന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രഗ്സാ. ഇപ്പൊ ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ലൈമും പപ്സും ഒക്കെ ആയിരുന്നു സ്ഥിരം. അത്യാവശ്യം കുട്ടികൾ ക്ലാസ്സിലുള്ളവർക്ക് പപ്സ് ആയിരിക്കും, കുറച്ച് ആളുകളാണെങ്കിൽ ഞങ്ങൾ ലഡു എന്തെങ്കിലും കൊടുത്തിട്ടാണ് എന്ത് ചെയ്യാ സെൻഡ് ഓഫ് പാർട്ടി ഒക്കെ ആഘോഷിച്ചിരുന്നത്. ശരിക്കും അത് കണ്ടപ്പോ നമ്മള് മക്കളെ ഏത് കണ്ടീഷനിലേക്കാ പോകുന്നതെന്ന് പോലും ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇതിൽ വന്ന കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് അത്രയും പരിചയമുള്ള കുട്ടിയാണ്. അവരൊക്കെ ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോ ശരിക്കും അല്ലെ, സോഷ്യൽ യൂസ് ഒക്കെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ യൂസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതൊരു വലിയൊരു കാര്യം, വലിയൊരു എന്തോ നമ്മളുടെ സൊസൈറ്റി ഏതോ ഒരു ബാക്കിക്ക് അത്രയും മോശമായി പോകുന്നു എന്നുള്ള ഒരു ഫീൽ വരുന്നു. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം യൂസ് എന്താണ്, എന്തെങ്കിലും നെഗറ്റീവ് കോൺസിക്വൻസസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോ എന്താണ് പെട്ടെന്ന് കുട്ടികൾ ഡ്രഗ്സിക്കാണ് പോകുന്നത്. ഇപ്പൊ ചില കുട്ടികൾക്ക് 5ാം ക്ലാസ് മുതലേ പ്രേമം ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞ് പൊട്ടി. ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കുട്ടി പറഞ്ഞത്, അവനൊരു കൊച്ചിനെ പ്രപ്പോസ് ചെയ്തു, അവള് താല്പര്യമില്ല എന്ന് പറഞ്ഞു, എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, സോ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തു. പിന്നെ വേറൊരാള് പറഞ്ഞത് 7 വർഷത്തെ അഫെയർ ആയിരുന്നു, വീട്ടിൽ അറിഞ്ഞു, ഇഷ്യൂ ആയി, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ പാരന്റുമായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ല, അല്ലെങ്കിൽ പക്വത തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ലൈഫിൽ എന്ത് ഇഷ്യൂ വരുമ്പോഴേക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഡ്രഗ്സ് പോവാം. അത്തരത്തിലൊരു തോട്ട് വരാനുള്ള റീസൺ എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് കുട്ടികൾ ഇങ്ങനെ ചെറിയ ഇഷ്യൂ വരുമ്പോക്ക്, ചെറിയ ഇഷ്യൂ ചിലപ്പോ നമുക്കായിരിക്കും അതൊരു ചെറിയ ഇഷ്യൂ, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമായിരിക്കും. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ, അല്ലെങ്കിൽ പാരന്റ്സ് നോക്കുന്നില്ല, ചിലപ്പോ എന്തെങ്കിലും സാധനം കിട്ടുന്നില്ല, അതിന് പകരം അവർ ഡ്രഗ്സിക്ക് പോകുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിൽ മോസ്റ്റ് ഓഫ് എല്ലാവരും പാരന്റ് ആണെന്ന് തോന്നുന്നു. ഇന്നത്തെ സോഷ്യൽ മീഡിയന്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് കുട്ടികളില് They don't have people to share their feelings. ഓക്കെ, വെരി ഗുഡ്. പരിഗണന കിട്ടുന്നില്ല അവർക്ക് ആവശ്യത്തിനുള്ള.
ഓക്കെ, യെസ്, വെരി ഗുഡ്. നമ്മളിപ്പോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കാണ് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കിട്ടില്ല, അവിടെ ആ ഒരു സ്പേസ് കിട്ടില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നതായിരിക്കില്ലേ നമ്മളെ ഫസ്റ്റ് ചോയ്സ് ആ ഡ്രഗിലേക്ക് പോകാനുള്ള ഒരു സാധ്യത? ഓക്കെ, വെരി ഗുഡ്. ഹലോ പിന്നെ ഓക്കെ, വെരി ഹലോ ഗുഡ്. ഹലോ. ഹലോ ഹലോ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ഡീൽ ചെയ്ത കുറെ കേസുകളുടെ മുഖാണ്. ചിലപ്പോൾ വീട്ടിൽ പരിഗണനയുണ്ട്, വീട്ടുകാർ ഭയങ്കര അണ്ടർസ്റ്റാൻഡബിൾ ആണ്, എങ്കിലും ഇതിലേക്ക് പോകുന്ന വളരെ കുട്ടികളെ ഞാനും കണ്ടിട്ടുണ്ട്. ഒന്ന്, മേ ബി അവരൊരു ടെമ്പററി പ്ലഷർ, അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട്, റിവീൽ ചെയ്യാം, എല്ലാം ചെയ്യാം, പക്ഷെ അവര് റിവീൽ ചെയ്യുന്നത് പോലും ചിലപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടായിരിക്കാം. അങ്ങനെയുള്ള കുട്ടികളെ മേ ബി അവർക്ക് ടെമ്പററി ഒരു പ്ലഷർ, ടെമ്പററി ഒരു സാറ്റിസ്ഫാക്ഷൻ, ടെമ്പററി ഒരു റിലീഫിന് വേണ്ടിയും ചെയ്യുന്ന കുട്ടികളുണ്ട്. വീട്ടിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യുക, വീട്ടിൽ എല്ലാവരും മനസ്സിലാക്കും. പിന്നെ ഓവർ പ്രൊട്ടക്റ്റീവ് വരും, വീട്ടുകാർ കുറെ സപ്പോർട്ട് ചെയ്യുന്നതും കുറെ മനസ്സിലാക്കുന്നതും എനിക്ക് തോന്നുന്നു ഇതിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. കാരണം ഇന്നത്തെ സമൂഹത്തെ നോക്കുമ്പോൾ സിംഗിൾ ചൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ മാം ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ പാരന്റിങ് ആയിരിക്കും. ഇതെല്ലാം കുറെ ബാധിക്കും. അപ്പം കുട്ടികളെ പ്രൊട്ടക്ട്, അവർ ചോദിക്കും. ഇന്നാള് ഞാൻ പത്രത്തിൽ കണ്ടു, ഒരു കൊച്ചു ചോദിക്കുന്ന എല്ലാം കൊടുത്തു, ഒരിക്കൽ തോക്ക് ചോദിച്ചു, അതിന് തോക്ക് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. കാരണം ഇന്ന്, പണ്ടൊക്കെ എന്റെ സമയങ്ങളിലൊക്കെയാണ് എന്നെ കൺട്രോൾ ചെയ്യുന്ന എന്റെ പേരൻസാ. ഇന്ന് നോക്കാനൊരു കുട്ടികളാണ് പകുതിയും പേരൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് ഭീഷണിപ്പെടുത്തും, എനിക്കിതില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒറ്റ മോനായിരിക്കും, ഒറ്റ മോളായിരിക്കും. ഇന്ന് ഇപ്പം മാഡം പറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ള മെയില് മാത്രമല്ല, ബോയ്സ് മാത്രമല്ല, ഗേൾസും ഇതിന് ഭയങ്കര അഡിക്റ്റ് ആണ്. കാരണം ഞാൻ കുറെ കേസുകള് കണ്ടിട്ടുള്ളത് ഗേൾസും കുറെ അഡിക്റ്റ് ആണ്. ഇന്ന് വെളിയിലേക്ക് പോകുന്ന നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളല്ല, അവരുടെ രണ്ട് മുഖങ്ങളുണ്ട്. ഞാനിതിപ്പോ ഈ ക്ലാസ് ആദ്യം തൊട്ട് കേട്ടപ്പോ എനിക്ക് പറയണമെന്ന് തോന്നിയത്, രണ്ട് മുഖങ്ങൾ, നമ്മുടെ കാണിക്കുന്ന ഒരു മുഖം മാത്രമല്ല ഒരു കുട്ടി വെളിയിൽ പോകുമ്പോൾ കാണിക്കുന്നത്. അത് ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് പോകുന്ന ഒരു കുട്ടി ബാംഗ്ലൂരിൽ പോകുമ്പോൾ ബാംഗ്ലൂരിൽ കയറുന്ന ബസ് വെച്ച് തുടങ്ങും കാര്യങ്ങള്. മനസ്സിലായേ? എന്റെ കൂടെ പഠിച്ച എന്റെ ഒരു ഫ്രണ്ട്, ഞങ്ങള് കോളേജിൽ പഠിച്ചപ്പം വീട്ടിൽ പോകുമ്പോ, അന്ന് ഡ്രഗ്സ് ഒന്നുമല്ല, ജസ്റ്റ് ആൽക്കഹോള്. കോളേജ് ഹോസ്റ്റലിൽ വരുമ്പോ മൊത്തം കുടിയാ പുള്ളി. പക്ഷെ വീട്ടിൽ ചെല്ലാൻ നേരത്ത് ഭയങ്കര വീട്ടുകാർക്ക് അറിയില്ല അവൻ കുടിക്കുന്നയോ വലിക്കുന്നയോ ഒരു കുട്ടിയാ, മോനാണെന്ന് അവർക്ക് അറിയില്ല. എൻ്റയർലി ഡിഫറെന്റ്. അതിന് എനിക്ക് പറയാനുള്ളത്, കാരണം പേരൻസ് നല്ലോണം ഒബ്സർവ്, സ്വന്തം മോളാണ് മോനാണെന്ന് പറഞ്ഞ് നമ്മൾ പലതും മറച്ചു വെച്ച് ആരോടും പറയാതും നമ്മൾ മനസ്സിലാക്കിയോ ചോദിക്കണ്ട എന്ന് വിചാരിച്ചും സ്റ്റോപ്പ്, യെസ് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇത്തിരി ബെറ്റർ ആയിരിക്കാം. അതുപോലെ തന്നെ എനിക്ക് നമ്മൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുക, പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു ചലനം പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. മേ ബി അതൊന്നും അല്ല, മേ ബി സ്ട്രെസ് ആയിരിക്കും. ഈവൻ സ്ട്രെസ് ആയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ടീനേജ് ആകുമ്പോൾ ബോഡിയിലെ ചേഞ്ചസ് വഴി, ടേണിംഗ് പോയിന്റിലുള്ള ചേഞ്ചസ് വഴിയും ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ നമുക്ക്, ആ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒബ്സർവേഷൻ വലിയൊരു ഘടകമാണ്. പിന്നെ എല്ലാം പ്രൊട്ടക്ട് ചെയ്താലും പ്രശ്നമാണ്, പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. തുറന്നു പറയാൻ ആളുണ്ടായിട്ട് പോലും ഇതിലേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ. ഇത് ഹലോ. ഹലോ, ഞാനിങ്ങനെ ശ്രദ്ധിച്ച ഒരു കാര്യം, കുട്ടികളെ ഈ ഗ്രൂപ്പിലൊക്കെ ആവാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പിന്നെ അംഗാവാൻ വേണ്ടിയിട്ടും, പിന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്, പുറത്താവാതിരിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് സോഷ്യൽ യൂസ് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് വിട്ടു പോവാതിരിക്കാന്. കാരണം എന്റെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, ഇന്ന പാർട്ടിക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇന്ന സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്കതൊരു മോശന്നുള്ള ഒരു ഫീല് വരുന്നുണ്ട് മക്കൾക്ക്. ഇനിയിപ്പോ നേരത്തെ സാറ് പറഞ്ഞത് എടുത്തു പറയുവാണെങ്കിൽ, ഇപ്പോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇതുപോലൊരു വീഡിയോ ഉണ്ടായിരുന്നു. എവിടെ നോ പറയണമെന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടിയാവുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫീഡ് കൊടുക്കും അല്ലെ. അവർക്ക് വേണമെങ്കിൽ അത് അവർക്ക് സക്ക് ചെയ്യാനും എടുക്കാനും അറിയാം. പക്ഷെ നമ്മൾ അവിടെ അമ്മയ്ക്ക് വേണ്ടി ഇച്ചിരി കഴിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇച്ചിരി കഴിക്കുക എന്നുള്ളിടത്ത് എവിടെ നിർത്തുകയാണ് നമ്മള്. അവർക്ക് നോ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അവിടെ നിന്ന് സ്റ്റെക്കാക്കി കൊണ്ടുവരാണ്. നമ്മളുടെ ഓരോ കുട്ടിയുടെ സ്റ്റേജും പറയുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ്, ആ ഒരു ചെറുപ്പം മുതൽ തന്നെ അവർ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്.
പിന്നെ അതുപോലെ അല്ല തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് മെക്കാനിസം നമ്മുടെ മക്കൾക്ക് നമ്മൾ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? എവിടെ പറഞ്ഞു കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം? അവൻ എന്ത് പറയുന്നു? ഓക്കെ, അത് എങ്ങനെയെങ്കിലും നേടിക്കൊടുക്കുക. അതിക്ക് എങ്ങനെ പോകുന്നു, നമ്മുടെ ഹലോ സിറ്റുവേഷൻ മാഡം, എന്താണ്, എങ്ങനെ. ഹലോ, അവര് പിന്നെ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഔട്ട് ഗ്രൂപ്പ് ആയി മാറും, ഔട്ട്കാസ്റ്റ് അവിടെയാണ് ചെയ്യപ്പെടും. നമ്മൾ അതുകൊണ്ടാണ് അവിടെയാണ് ഞാൻ ഈ പറയുന്നത് മക്കൾക്ക് പ്രോബ്ലം സോൾവിങ് മെക്കാനിസം പറഞ്ഞു കൊടുക്കണമെന്നുള്ളത്. ആ, അവര് നോ പറയുവാണെങ്കിൽ അവരെന്റെ ഗുഡ് ഫ്രണ്ട്സ് അല്ല. അവരെന്ത് നിർബന്ധിച്ചാലും അവരുടെ ഗുഡ് ഫ്രണ്ട്സ് അല്ല. അവിടെ ആ നോ പറയാൻ പറ്റില്ല എന്നുള്ളത് അവര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലെ? ആ ഇഷ്യൂ ഒന്ന് എങ്ങനെ നല്ല രീതിയിൽ ഫ്രണ്ട്സുകളെ പിണക്കാതെ അതെനിക്ക് ഇഷ്ടമല്ല, താല്പര്യമല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോരാൻ പറ്റുക എന്നുള്ളത് നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം സോൾവിങ് മെക്കാനിസത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഗുഡ് ലിസണർ ആവും ചെയ്യുക. മക്കൾക്ക് ചെറുപ്പം മുതൽ തന്നെ ആ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ ഇവൻ നമ്മളാണെങ്കിൽ പോലും എന്താണ് ഒരു ഇഷ്യൂ വരുമ്പോ ഈസി വേ അല്ലേ പോകുന്നത്. പക്ഷെ ഒരു ഇഷ്യൂ വരുമ്പോ എന്തൊക്കെ അതിന് പോസിബിൾ ആയിട്ടുള്ള വഴികളുണ്ട്. ഡ്രഗ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് നിർത്തുന്നു പറയുകയാണെങ്കിൽ അവരോട് എനിക്ക് ഡ്രഗ് വേണ്ട, അതിനുള്ള റീസൺ ഒരിക്കലും പറയാൻ നിൽക്കരുത്. റീസൺ പറയുമ്പോഴാണ് അവര് തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ ഒരു ഡ്രഗിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസിന്റെ കാര്യത്തിലൊക്കെ പോകുമ്പോൾ മക്കൾക്ക് ഒരുപാട് റോൾ പ്ലേസ് ഒക്കെ ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മൾ പറയുന്നതാണ് ഒരിക്കലും റീസൺ പറയരുത്. തെറ്റായ കാര്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ഉപയോഗിക്കുന്നത് തെറ്റാന്ന് എല്ലാ മക്കൾക്കും അറിയാലോ, എല്ലാവർക്കും അറിയാം. അത്തരം കാര്യത്തിന് നമ്മുടെ ഫ്രണ്ട്സുകളോടോ പാരന്റ്സിനോടോ ആരോടും നമ്മൾ എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ല. നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോ തന്നെയാണ്, അതിന് എക്സ്ട്രാ മീനിങ് ഒന്നുമില്ല. അത് പറയാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കണം. ആ പ്രോബ്ലം അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പഠിപ്പിക്കണം. എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോ ഒരു പാർട്ടിക്ക് പോകണം, അവരുടെ അടുത്ത് പോകണം, ഇവിടെ പോകണം, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇതിൽ ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രോബ്ലം സോൾവിങ് മെക്കാനിസം ആണ്. ഇപ്പൊ ഇവൻ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് പ്രോബ്ലം സോൾവിങ് മെക്കാനിസം. ഇപ്പൊ നമ്മളൊരു കോഴ്സിന് നീ ഇന്ന തന്നെ പഠിക്കുമെന്ന് നിർബന്ധിക്കുമ്പോ ആ പാരന്റ്സിന്റെ നിർബന്ധപ്രകാരം അവൻ എടുക്കുന്നു. കാരണം എന്താണ്, ഇല്ലെങ്കിൽ പാരന്റ്സ് ഇന്നെ ഇഷ്ടപ്പെടൂല. ഓക്കെ, അതുപോലെ തന്നെയാണ് അവൻ എവിടെയും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവൾ എവിടെയും ചിന്തിക്കുന്നത്, ഈ ഡ്രഗ്സ് കാര്യത്തിലും ചിന്തിക്കുന്നത്. അപ്പൊ മക്കൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും പ്രോബ്ലം സോൾവിങ് മെക്കാനിസം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഓരോ കൗൺസിലിംഗിന് സെഷന് സ്കൂള് തരത്തിൽ പോകുമ്പോൾ കുട്ടികൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 പേര് പ്രപ്പോസ് ചെയ്തു, അതിൽ ഏത് പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവന് വിഷമാവോ അവന് വിഷമാവോ അല്ലെങ്കിൽ അവൾക്ക് വിഷമാവോ എന്നുള്ള ചിന്തയാണ് മക്കൾക്ക് പോകുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് എങ്ങനെ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യണം എന്ന് അറിയില്ല. ആ സോർട്ട് ഔട്ട് ചെയ്യണം എന്ന് അറിയാത്തൊരു അവസ്ഥ എത്തുന്നത് എന്തൊക്കെയാ, ഒന്നുകിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഫ്രീലി ആയിട്ടുള്ള പാരന്റിങ് ആയിരിക്കും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള പാരന്റിങ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം ഒബേ ചെയ്യുക എന്നുള്ളത്. ഈ രണ്ടിടത്തുമാണ് എന്ത് കാണുന്നത്, കുട്ടികൾ നെഗറ്റീവിക്ക് മോസ്റ്റ് ഓഫ് കൂടുതൽ എത്തിച്ചേരുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അതിന്റെ സ്റ്റേജസ് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാണ്. 4ാമത്തെ വരുന്നത് ഡിപ്പെൻഡൻസ്. എന്താണ് ഈ ഇത്രയും സംഭവങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്ത് തുടങ്ങി, പിന്നെ അത് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ കുട്ടികൾ എന്ത് ചെയ്യും, അടുത്ത ഡ്രഗ്സ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് എന്നുള്ള രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ നെക്സ്റ്റ് എത്തുന്നത് അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. അവിടെ എന്തുണ്ടാവും, അതിന് വേണ്ടിയിട്ടുള്ള കമ്പൽഷൻ, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുന്നു, അതിന് വേണ്ടിയിട്ട് ആരെയും എന്തും ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനിൽ മക്കൾ എത്തുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ചിലർ അതിൽ വിഡ്രോ ചെയ്യുമ്പോൾ അതിന്റെ വിഡ്രോവൽ സിംറ്റംസ് ചിലപ്പോൾ അഗ്രസീവ് ആയിട്ടായിരിക്കാം വരുന്നത്. അത് നിർത്തുന്ന സമയത്ത് വിഡ്രോവൽ സിംറ്റം അഗ്രസീവ് ആവുമ്പോൾ ബാക്കിയുള്ളവരോ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ സെൽഫായിട്ട് ഹാംഫുൾ ആക്കുക എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാരന്റ്സ് ഇപ്പൊ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഈ കുട്ടികളില് 2 കുട്ടികളിൽ കാണുന്നത് 2 കുട്ടികളുടെ പാരന്റ്സും ഹാൻഡ്സ് എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നവരാ. ഒരാൾക്ക് ക്യാൻസറിന്റെ സിംറ്റംസ് ഒക്കെ വായയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഒരു കുട്ടിയുടെ പാരന്റിന്. ജനറ്റിക് ആയിട്ട് ഫാമിലി ഹിസ്റ്ററിക്കൽ ആയിട്ടും എന്തുണ്ട്, ഡ്രഗ് അഡിക്ഷന്റെ സംഭവങ്ങൾ
കുട്ടികളിൽ കാണാം. അവരുടെ പാരന്റ്സ് ഉപയോഗിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു ഒരാളുടെ ഒരു പെണ്ണിന്റെ ഒരു പേഴ്സന്റെ കുട്ടി എന്ത് ചെയ്യാം, അഡിക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അത് ഏതെങ്കിലും പാരന്റ്സ് ചിന്തിച്ചു പോകാറുണ്ടോ? ഇപ്പൊ ഒരു പാരന്റ് പറഞ്ഞത് അയാൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഹാൻഡ്സ് വെക്കണം, അതുകൊണ്ടാ വെക്കുന്നതെന്ന്. ഒരാൾ പറയുന്നത് ഞാൻ അത് യൂസ് ചെയ്തു, എനിക്ക് അപ്പോഴാണ് ഒരു സമാധാനമുള്ളതെന്ന്. അതേപോലെ ഒരു സമാധാനമാണ് ആ വന്ന മകന് ഉദ്ദേശിച്ചത്. ഇപ്പൊ വന്നൊരു കുട്ടിയിൽ നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു കാര്യം, നീ ഇപ്പൊ ഈ ചെയ്യുന്നത് നിന്റെ മകൻ ചെയ്ത് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് വെച്ച്. അവിടെയാണ് അവൻ എന്ത് ചെയ്തത്, നമ്മളുമായിട്ട് സംസാരിക്കാൻ കുറച്ചെങ്കിലും റെഡി ആയി വന്നത്. ഓക്കെ, ഇതൊരു റിസ്ക് ഫാക്ടർ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് എൻവിറോൺമെന്റൽ ഫാക്ടർ ആയിട്ടുള്ള എന്തെങ്കിലും. എന്ത് ആ കുട്ടി എന്താ അതിന് ആൻസർ പറഞ്ഞത്? മകന് യൂസ് ചെയ്ത് എന്താക്കുന്നത് ചോദിച്ചപ്പോ അവനെ ഞാൻ അതിനനുസരിച്ച് പൊട്ടിക്കുന്നു. എങ്ങനെ പൊട്ടിക്കുന്നു? ഞാൻ അടിക്കുന്നു. അടിക്കുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ചെയ്ത് നോക്കുമായിരിക്കും. ഞാൻ കുറെ പറഞ്ഞു നോക്കും, എന്നിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അടിക്കുന്നു. പക്ഷെ നിന്റെ പാരന്റ് എന്താ നിന്നെ അടിക്കാത്തേന്ന് വെച്ചു. അവർക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാനിത് നിർത്തുന്നുള്ളതുകൊണ്ട്. എന്നിട്ട് പിന്നെ എന്തത് നിർത്താത്തെ? എനിക്ക് നിർത്താൻ ആഗ്രഹമുണ്ട്, എനിക്ക് പറ്റുന്നില്ല, എനിക്കിതാണ് സന്തോഷം. എന്റെ വീട്ടിലൊക്കെ ആരും എന്നോട് സന്തോഷമില്ല, എപ്പോഴും പിറുപിറുക്കാണ്, എപ്പോഴും ദേഷ്യപ്പെടാണ്, ഇന്നെ ഭയങ്കര ഡൗട്ടാണ് എപ്പോഴും. അതാണ് അവൻ പറഞ്ഞ റീസൺ. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ, അവനെ റെഫർ ചെയ്യുകയും ചെയ്തു. ബാക്കി കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്തു, പാരന്റിനും ആ കുട്ടിക്കും കൂടിയിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്തത്. ചിലയിടത്ത് നമ്മൾ ഡ്രഗ് അഡിക്ഷനുമായിട്ട് വരുന്നത് മക്കളായിരിക്കും. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മള് അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടാവും. കൂടെ എന്ത് വേണ്ടി വരും, ചിലപ്പോ പാരന്റ്സിനും അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സിന് വേണ്ടി കൂടി കൊടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ചില പാരന്റ്സ് അവരുടെ പ്രഷർ മൊത്തം മക്കളുടെ മേലിൽ കൊണ്ടു തീർക്കും, അല്ലെങ്കിൽ ഇവരുടെ ബിസി കാരണം ഇവരെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കും, സിംഗിൾ പാരന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏർലി എക്സ്പോഷർ. ചില കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് നേരത്തെ അറിവ് കിട്ടും. അപ്പൊ ഇവർക്ക് എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, എന്താണിത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്നുള്ളൊരവസ്ഥ. ഈ അവസ്ഥയും എന്താണ്, ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഇവിടെ ഒക്കെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പാമിനും സെറോട്ടോണിനും ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് മൃഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഭയങ്കര അഗ്രസീവ് വയലൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഇവർക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ഇവർക്ക് എന്തുണ്ടാവുന്നത്, ഇവരുടെ ബ്രെയിനിലും ഫങ്ഷൻസിനൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ വിഡ്രോവൽ സിംറ്റംസ് പറയുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും, അതുപോലെ ഉറക്കമില്ലായ്മ, ചിലർക്ക് ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തലവേദന, ഇറിറ്റബിലിറ്റി, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിറയല്, കാലുവേദന. ചിലർക്ക് എന്തുണ്ട്, ഭയങ്കരമായിട്ടുള്ള കാലുവേദന, മസിൽ വീക്ക്നെസ്, ബോൺ പെയിന്, അതുപോലെ തന്നെ എന്താണ് പറയാ, കണ്ണിന്ന് വെള്ളം വരിക, ഭയങ്കര എന്താ പറയാ, ഭയങ്കര ലൈറ്റ് സെൻസിറ്റിവിറ്റി, കണ്ണിക്ക് വെളിച്ചം തട്ടുമ്പോഴൊക്കെ കണ്ണ് വേദനിക്കുക, മൂക്കിന്ന് വെള്ളം വരിക, ഭയങ്കര റെസ്റ്റ്ലെസ്. ഇതൊക്കെയാണ് വിഡ്രോവൽ സിംറ്റംസ് കാണുന്നത്. ഓക്കെ, ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി ഡി അഡിക്ഷൻ സെന്റർക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഏത് സ്റ്റേജ് ആണെങ്കിലും നമ്മൾ നാട്ടുകാർ അറിയുന്നു നോക്കാതെ, ഇനിയിപ്പോ നിങ്ങൾക്ക് നാട്ടുകാർ അറിയുന്നു പേടിയാണെങ്കിൽ ഇച്ചിരി ദൂരത്തുള്ള എവിടെയെങ്കിലും കൊണ്ടുപോകും. സ്വന്തം നാട്ടിൽ നോക്കാതെ ഇച്ചിരി നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോകുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമാവില്ല, മറ്റുള്ളവരുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പേഴ്സണ് കൂടി ഹാംഫുൾ ആയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെ എവിടേക്കെങ്കിലും ട്രീറ്റ്മെന്റിന് പറഞ്ഞേക്കാൻ പറ്റുവാണെങ്കിൽ ഡി അഡിക്ഷൻ സെന്റർക്ക് പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സിവിയോറിറ്റിയും കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യരുത്. ഇപ്പൊ ഇതിൽ കൺസൾട്ടേഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. എന്താ പറയാ, നമ്മൾ പൊതുവെ കേൾക്കുന്ന മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറയുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന കേസുകൾ നമ്മൾ എടുക്കുക, പറ്റാത്തത്
ഡെഫിനറ്റ്ലി നിങ്ങൾ റെഫർ ചെയ്യുക. ഇപ്പൊ ഞാൻ ഓരോ ക്ലാസ്സുകളിലും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാത്തൊക്കെ റെഫർ ചെയ്യാറുണ്ട്. പിന്നെ അതിനനുസരിച്ചുള്ള അവർക്ക് തെറാപ്പി കണ്ടിന്യൂ ചെയ്യുക. ചില പാരന്റ്സ് എന്ത് ചെയ്യില്ല, തെറാപ്പി കണ്ടിന്യൂ ചെയ്യില്ല, പകുതി വെച്ചാൽ നിർത്തും. കാരണം ആ പൈസ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നാട്ടുകാർ അറിയും. ഇതൊക്കെയാണ് പൈസ ചെലവാക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കുട്ടി ഈ ഒരു അവസ്ഥയിൽ എത്താൻ വേണ്ടിയിട്ട് ഇതിലധികം എക്സ്പെൻസ് ആയിരിക്കും ഇവര് ചെലവാക്കിയിട്ടുണ്ടാവുക. പക്ഷെ എത്ര എക്സ്പെൻസ് ആയാലും മക്കളെ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എല്ലാവർക്കും അറിയാം. അതിന് വേണ്ടിയിട്ട് എല്ലാരും എഫേർട്ട് ഇടുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇതിനെന്തുണ്ട്, മറ്റേ 12 സ്റ്റെപ്പ് പ്രോഗ്രാം എന്നൊക്കെ ഉള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ട്. എന്താണ് ഈ നർക്കോട്ടിക്സ് അഡിക്ഷനെതിരെ ആയിട്ട് പിയർ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് 12 സ്റ്റെപ്പ് പ്രോഗ്രാം. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിനെ കുറിച്ചിട്ടൊക്കെ. പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രഗ് അഡിക്ഷൻ ഡി അഡിക്ഷൻ സെന്റർക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ ആണല്ലോ അല്ലെ? സോഷ്യൽ കോസ് പറഞ്ഞില്ലേ, അതിന് മുമ്പ് എന്തായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്? ഒന്നാമത്തത് സ്റ്റേജ് എക്സ്പെരിമെന്റേഷൻ, സോഷ്യൽ യൂസ്, പ്രോബ്ലം യൂസ്, ഡിപ്പെൻഡൻസ്, അഡിക്ഷൻ. ഓക്കെ, ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സാധാ അഡിക്ഷൻ ക്ലാസ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ക്ലാസ് എടുത്തെന്ന് വിശ്വസിക്കുന്നു. ഇഫ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. കാരണം ഇതിന്റെ വീഡിയോ എന്തായാലും വെൻബിൾ അക്കാദമി മോസ്റ്റ് ഓഫ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഈവൻ ആരെങ്കിലും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പാരന്റ് അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലെങ്കിലും ഒരാൾ അതിന്ന് റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും ചെയ്യുന്ന ഇപ്പൊ ഈ ഒരു ഫ്രീ വെബിനാറിന് ചേർന്നിരിക്കുന്ന എല്ലാരും ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായിരിക്കും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നിയത് വില്ലിങ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേരൻസിന്റെ മാത്രമല്ല, ആരാണോ ഡ്രഗ് യൂസ് ചെയ്യുന്നത് അവരുടെ ഒരു അക്സെപ്ഷൻ. ഇതെനിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അവര് തിരിച്ചറിയാതെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവരതിൽ നിന്ന് മാറത്തില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് ഡ്രഗ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇതിന് അഡിക്ഷൻ എന്ന് പറയുന്നത്. കാരണം അവർക്ക് അത്ര പെട്ടെന്ന് അതിന് എന്ത് പറ്റില്ല, ഒഴിവാവാൻ പറ്റില്ല. കാരണം അത്രയും അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. കാരണം അതില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത്, ചിലവര് പറയും, ഇപ്പൊ മാഡം തന്നെ പറഞ്ഞല്ലോ ഇടയ്ക്ക്, എനിക്ക് രക്ഷപ്പെടണം, പക്ഷെ എന്നെയും കൊണ്ട് സാധിക്കുന്നില്ല, ആഗ്രഹമാണ്, രക്ഷപ്പെടണം, അതിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ എനിക്കിതും കൊണ്ട് ഇപ്പം ഞാൻ അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്തപ്പോ നമ്മൾ ആദ്യമേ, അത് ആൽക്കഹോളാണ്, നമ്മൾ ആദ്യമേ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയില്, നിങ്ങളുടെ ജോബില്, നിങ്ങളുടെ ഹെൽത്തില്, ഫിസിക്കല്, മെന്റല്, എക്കണോമിക്, ഫൈനാൻസ്, ഫാമിലിയില്, കുട്ടികളില് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? അപ്പൊ ഇതിലൊന്നും ബാധിക്കുന്നില്ല എന്ന് അവർ പറയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് അവർക്ക് പ്രശ്നമില്ലല്ലോ. പ്രശ്നം ഉണ്ട്, പക്ഷെ എനിക്ക് ആ പ്രശ്നത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയാൻ നേരത്താണ് നമുക്ക് അവിടെ ഇടപെടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സാധാരണ കണ്ടിട്ടുണ്ട്, പിടിച്ചു കെട്ടിക്കൊണ്ട് വരുമ്പോഴൊക്കെ അവരൊരിക്കലും മനസ്സുകൊണ്ട് അവര് നിവൃത്തിയില്ലാഞ്ഞ് വരുന്നു, പക്ഷെ ഇറങ്ങി സെന്ററിൽ നിന്ന് പോകാൻ നേരത്ത് വീണ്ടും വഴിയിലേക്ക് പോകാറുണ്ട്. പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ തീവ്രത ഭയങ്കരമാണ്. കാരണം സെന്ററിൽ കിടക്കാൻ നേരത്ത് അവർക്കൊരു ടെംപ്ടേഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. പക്ഷെ വെളിയിൽ ഇറങ്ങാൻ നേരത്താണ് ഈ ടെംപ്ടേഷൻ. കാണും എന്നും പഴയ പോകുന്ന സ്ഥലം, പഴയ പോകുന്ന കൂട്ടുകാര്, ആരെങ്കിലും, ആ സ്മെല്ല്, ഇതെല്ലാം അവർക്ക് അതിൽ നിന്ന് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ശക്തി ഉണ്ടെങ്കിൽ, മനഃശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ വില്ലിങ്നെസ് എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അതെ, വില്ലിങ്നെസ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നിയൊരു ചെറിയൊരു പെർസെന്റേജ് കാര്യമാണ്. അത് എത്രത്തോളം കൺഫേം ആണെന്ന് എനിക്ക് തോന്നിയിട്ട് അറിയില്ല. പലരും ഇപ്പൊ ഇത് നിർത്തിയവരില് പലരും കണ്ടൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്താൻ ഞാൻ ഒരുപാട് പെട്ടു, പക്ഷെ അതിനുശേഷം ലൈഫിനെ കുറിച്ചിട്ടും അതുകൊണ്ട് ബാക്കിയുള്ളവർക്കുള്ളതിനെ കുറിച്ചിട്ടും ഒക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങോട്ട് പോവാൻ തോന്നിയിട്ടില്ല. കാരണം ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് പോലെയല്ല ബാക്കിയുള്ളത് യൂസ് ചെയ്യുമ്പോൾ ഞാനത് ഉപയോഗിച്ച ആ ഒരു കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് നിർത്താൻ പറ്റിയില്ല, നിർത്താൻ തോന്നുന്നില്ല. അതിലാണ് എന്റെ സന്തോഷം ഞാൻ കണ്ടു. പക്ഷെ ഈ ഡ്രഗ്സ് ഈ ബാക്കിയുള്ളതിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിർത്തി കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ റിമൂവ് ആയി കഴിഞ്ഞാൽ
പിന്നെ അതിക്ക് പോവാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് കുറെ പേര് ഞാൻ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടവരൊക്കെ അങ്ങനെയാണ്, അല്ലാത്തവരും ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ജസ്റ്റ് എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ സാറോട് ഷെയർ ചെയ്യണം. എന്തായാലും ഡെഫിനറ്റ്ലി സാറുടെ അത്ര ഒരു ഷെയർ ഇല്ല. നമ്മള് നിർത്തി കഴിഞ്ഞ ഒരു പിന്നെ ആ സുഖം മനസ്സിലായല്ലോ എന്താണ്. ഇപ്പം ഞാൻ മാഡം പറഞ്ഞതിന്റെ കൂട്ട് നിർത്തി കഴിഞ്ഞവർക്ക് അന്നേരം അവർ ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി ഡെവലപ്പായി, അവർക്ക് അവരുടെ കരിയർ മെച്ചപ്പെടുത്താൻ പറ്റി, ഫാമിലിയെ മെച്ചപ്പെടുത്താൻ പറ്റി. അപ്പൊ ആ ഒരു സുഖം രണ്ടും അറിഞ്ഞല്ലോ. അപ്പൊ അവർക്ക് തന്നെ ചിന്തിക്കുക ഏതാ ബെറ്റർ ആയിട്ട്. പിന്നെ തൊടാതിരിക്കുന്നവരും ഉണ്ട്. ഈ ഡ്രഗ്സ് ഒക്കെ ചിലവര് ഞാൻ കണ്ടിട്ടുണ്ട്, അവര് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഭയങ്കര വിഡ്രോവൽ സിംറ്റം ഒക്കെ അവർക്കുണ്ട്. എങ്കിലും അവർ ഭയങ്കര എഫേർട്ട് എടുത്ത്, ഞാൻ അവരെയൊക്കെ റിയലി ഐ അപ്രീഷിയേറ്റ് ദം. ഭയങ്കരമായ എഫേർട്ട് എടുത്താണ് അവര് നിർത്തുന്നത്. അത്ര തീവ്രം. അപ്പം നിർത്താൻ അവർക്ക് ജീവിതത്തിൽ എന്റെ ലൈഫ്, എന്റെ കരിയർ, എന്റെ ഫാമിലി ഇതെല്ലാം ഓർത്തും പിന്നെ എന്റെ ഹെൽത്തും ഓർത്താണ് അവരത്ര എഫേർട്ട്. പിന്നെ അവർ മിക്കവാറും തിരിച്ചു പോകാറേ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ എഗ്രി ചെയ്യുന്നതിന്. പക്ഷെ ഞാൻ എല്ലാം പറഞ്ഞത് നമുക്കൊരു മനസ്സാണ്. മനസ്സുണ്ടെങ്കിൽ ഒന്നും അസാധ്യമായില്ല. കാരണം ഇത് ഭയങ്കര ഇതിൽ വീണ് കഴിഞ്ഞാൽ കയറി വരാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ അവര്, നമ്മൾ പേരൻസ് ആയാലും മനസ്സിലാക്കണം. ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും, അവർക്ക് വിഡ്രോവൽ സിംറ്റംസ് ദേഷ്യം. അപ്പം നമ്മൾ വിചാരിക്കും അവർക്ക് ഇനി അടുത്തേക്ക് പോകാനാണ്. നമ്മൾ കുറ്റപ്പെടുത്താതെ ഒപ്പം ഉണ്ട് എന്ന് നമ്മൾ പറയാൻ നേരത്താണ് അവർക്കൊരു താങ്ങാവുന്നത്. എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇത് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ വീണ്ടും എന്തെങ്കിലും അവർക്ക് ആ വിഡ്രോവൽ നമുക്ക് അറിയില്ല, നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ട് അറിയില്ല. അനുഭവിക്കുന്നവർക്ക് അതിന്റെ തീവ്രത അറിയൂ. അപ്പൊ ആ അനുസരിച്ച് നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു. ഞാന് ഒരു റിട്ടയർഡ് HM ആണ്. അപ്പൊ ഇപ്പൊ നമ്മള് ഓരോ സ്കൂളുകളുടെയും ഏരിയകൾ നോക്കുമ്പോൾ ഇത് വല്ലാതെ ഒരു ഭീകരാവസ്ഥയിലേക്ക് വരികയാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ്സുകളായിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആവില്ല. അപ്പൊ ഞാൻ ചെയ്യാറെന്ന് വെച്ചാല് വെറുതെ കാഷ്വലായിട്ട് HM ആണ്, അപ്പൊ എല്ലാ ക്ലാസ്സുകളിലും ഇടയ്ക്ക് ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ചെറിയ കുട്ടികള് പെട്ടെന്ന് അവർ ഓപ്പൺ അപ്പ് പോകും. അപ്പൊ ഇന്ന സ്ഥലത്ത് ഇപ്പൊ 10ന്റെ നോട്ട് ഇങ്ങനെ വീശി കാണിച്ചാല് കിട്ടും ടീച്ചറെ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളില് നമുക്ക് അവരിൽ നിന്ന് കുറെ ഏരിയാസ് അറിയാൻ പറ്റും. എങ്ങനെയാണ് ഇത് സെയിൽ നടത്തണേന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കുറച്ച് നമ്മളിങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ കുറെ കൂടി ടീച്ചേഴ്സ് ആയാലും പേരൻസ് ഒക്കെ ആയാലും എഡ്യൂക്കേഷൻ സിസ്റ്റം ഇത്തരം കുറെ കാര്യങ്ങൾ കൂടി ഇൻസിസ്റ്റ് ചെയ്യണം. അത് ഒരു തന്മയത്വമായിട്ട് നമ്മൾ ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികളിൽ നിന്ന് നമ്മളുടെ അടുത്തുള്ള ഏരിയകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അത് നമ്മൾ ഇൻഫോം ചെയ്യാനും കൂടി നമ്മളും തയ്യാറാവണം. അത്രയും ചെയ്യാന്ന് പറയുന്നത് തന്നെ പലർക്കും പേടിയാണ്. ഇങ്ങനെ തിരിച്ചറിഞ്ഞാൽ തന്നെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാഫിയാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊക്കെ നമ്മളെ അങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. കുട്ടികളിൽ നിന്നാണ് ഇന്ന സ്ഥലത്ത് കോഴിക്കോടിന്റെ ഉള്ളില് ഇന്ന സാധനം ഇരിപ്പുണ്ട് ടീച്ചറെ. അവര് കൃത്യമായിട്ട് പറയും, ചെറിയ കുട്ടികൾ പറയും ഇന്ന സ്ഥലത്ത് പുല്ലിന്റെ അടിയിൽ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയും. അതപ്പൊ കാഷ്വലായിട്ട് അവരുമായിട്ട് സംസാരിച്ച്, അതായത് ഒരു ക്ലാസ് എടുക്കാൻ പോണതായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് അവർക്കൊരു ഓറിയന്റേഷൻ കൊടുക്കണതായിട്ട് പോയി ചെയ്താൽ കിട്ടൂല. ഇങ്ങനെ ഫ്രണ്ട്ലി ടോക്കിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റും. ശരിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പാർട്ട് ഓഫ് ക്ലാസ് ആട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ വെബിനാറിന്റെ ഇപ്പൊ ഞാനൊരു ഫാക്കൽറ്റി എന്നുള്ള ഇതിന്ന് മാറി ജസ്റ്റ് നിങ്ങളെ പോലെ ഒരു പാർട്ടിസിപ്പന്റ് എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ, അപ്പൊ നമുക്ക് പല സ്കൂളിലും കണ്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ളവരാണ്. SSLC എക്സാം അടക്കുമ്പോ ഒരു മോട്ടിവേഷൻ ക്ലാസ് കണ്ടിട്ടുണ്ടോ ലാസ്റ്റ് വെച്ചിട്ട്? അത് മേ ബി ഫസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ എത്ര ബെറ്ററാ. പിന്നല്ലേ, അതുപോലെ തന്നെ കണ്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഓരോ സ്കൂളിലും ഫംഗ്ഷന് വേണ്ടിട്ട് വിളിക്കുക. ആ സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഡോക്ടർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടോ? അവരെ മാത്രം ഇൻവൈറ്റ് ചെയ്ത് ഫംഗ്ഷൻ വെക്കും. ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ഇവൻ ഞാൻ പഠിക്കാൻ ഇച്ചിരി ബാക്കിലായിരുന്നു 10th. ഓക്കെ, എന്നിട്ട് ഞാൻ മുമ്പേക്ക് വന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഇപ്പോ സ്റ്റാർട്ട് മുതൽ ടീച്ചേഴ്സിന്റെ ഒരു പെറ്റ് എന്നുള്ള രീതിയിൽ പോയ ഒരാളാ. അപ്പൊ ഓക്കെ, ഞാൻ ഇങ്ങനെ അവിടെ സ്കൂളിലേക്ക് ഒരുപാട് ഫംഗ്ഷൻ ഞാൻ പോയി. ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് പോകുന്നത് ആക്ച്വലി അറിയാണ്. ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല
അവിടെ എഫേർട്ട് എടുത്ത് പഠിച്ച ഒരു കുട്ടി സ്കൂൾ ടീച്ചർ ആയിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ബിസിനസ്സുകാരനായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നല്ലൊരു രീതിയിലായിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഫാമിലിനെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവരെ ഡെഫിനറ്റ്ലി നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിളിക്കണം. പല കുട്ടികളും ഡ്രഗ്ഗിലേക്ക് പോകുന്നവര് ക്ലാസ്സിൽ ബാക്കി നിൽക്കുന്നവരാവും, ഏതെങ്കിലും തരത്തിൽ അവോയ്ഡൻസ് അനുഭവിക്കുന്നവരാവും. അപ്പോ ഇവിടെ പഠിച്ച പല കുട്ടികളും പല രീതിയിലും ബെസ്റ്റ് ആയിട്ടുണ്ട്. ഡോക്ടർ മാത്രമല്ല ബെറ്റർ, സൈക്കോളജിസ്റ്റ് മാത്രമല്ല ബെറ്റർ, ടീച്ചർ ആയിട്ടുണ്ടെങ്കിൽ, ഈവൻ നല്ലൊരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുണ്ടെങ്കിൽ, അയാൾ നല്ലൊരു ഫാമിലിയെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, അയാൾ അത്യാവശ്യം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, ഇവരെല്ലാവരും ബെസ്റ്റ് ആണെന്ന രീതിയിൽ ടീച്ചേഴ്സ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടും സാധിക്കും എന്നുള്ളൊരു തോട്ട് എന്ത് വരും, കുട്ടികൾക്ക് വരും. അല്ലാതെ ഒരു SLCയുടെ സമയത്ത് വെച്ചിട്ട് ഒരു 2 മാസം മുമ്പ് നിങ്ങൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിന് എതിരാട്ടോ, ചിലപ്പോ ഇനി അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരും എന്നൊക്കെ അറിയില്ല. ഇത് പോസിറ്റീവായിട്ട് എടുക്കുന്നു, നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും ഞാൻ പറയുന്നത്. കാരണം കുറെ ഇത് വന്നിട്ട് അവിടെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിലുപരി ആ സ്കൂളിൽ പഠിച്ച കുട്ടികളെ കൊണ്ടുവരിക ക്ലാസ് എടുക്കാന്, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതെപ്പോ ഷെയർ ചെയ്യണം, സ്കൂള് ആ ഒരു 10th തുടങ്ങുന്നതിന് മുമ്പ്, ആ ഒരു സിലബസിക്ക് മുന്നോട്ട് പോകാനുള്ള അവരുടെ എനർജി സ്റ്റാർട്ട്, ആ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലേ തുടങ്ങുക. അപ്പൊ ലൈഫിൽ അല്ലെ പഠിക്കാൻ ബാക്കിക്ക് എന്നിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുവന്ന സ്വന്തം ലൈഫിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരും. ഇപ്പൊ എനിക്കൊക്കെ പോയപ്പോ എന്റെ ലൈഫ് ഇപ്പൊ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് 8ാം ക്ലാസ്സിൽ 0 മാർക്ക് വാങ്ങി ഞാനാണ് +2 അത്യാവശ്യം ടോപ്പ് മാർക്ക് വാങ്ങിയത്. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നിയ കാര്യമാണ് എന്റെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളെയും കൂടെ കൊണ്ടുവരണമായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്നുള്ള സിസ്റ്റം എന്ത് ചെയ്യുക, എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക, എല്ലാ കുട്ടികളും ഈക്വൽ ആയിട്ട് കാണുക, കുട്ടികൾക്ക് എന്ത് ചെയ്യുക, നല്ല റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക എന്നുള്ളത് സ്കൂൾ കുട്ടികളെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു, ഈ അഡിക്ഷനിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. A+ അങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യാതെ കതിരെ കൊണ്ടുവന്ന് വെള്ളം വെക്കാതെ ബേസിക്കലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ കുട്ടികളെ അവെയർ ചെയ്യാൻ, അത് ഒരു ഫോർമൽ ക്ലാസ് ആയിട്ടല്ല, ഒരു ഇൻഫോർമൽ ക്ലാസ് ആയിട്ട് കുട്ടികളെ അവെയർ ഒരു ഗോൾ ഓറിയന്റഡ് ആക്കുക, സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഇനി അങ്ങനെ നമ്മൾ മാറിയില്ലെങ്കിൽ ഭയങ്കര വിപത്തിലേക്കാണ് നമ്മൾ പോവുക. അപ്പൊ ഈ ക്ലാസ്സിലുള്ള ഇതിലുള്ള ഒരു ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അത്തരത്തിലുള്ള ചേഞ്ച് കൊണ്ടുവരാ, പാരന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇപ്പൊ നമ്മളെല്ലാവരും എന്താണ്, ഈ ഒരു ഡ്രഗിനെതിരെ നമുക്ക് പോരാടാൻ പറ്റട്ടെ, നമ്മളുടെ എല്ലാവരുടെയും. ഹലോ മേഡോ, പറയൂ. ഒന്ന് പറഞ്ഞോട്ടെ. ഈ പിന്നോക്കമുള്ള കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, പിന്നോക്കമുള്ള കുട്ടികളോട് പറയുന്നത്, നീ നോക്ക് നല്ലോണം പഠിക്കുന്ന കുട്ടി അതാ ഇപ്പോ സന്തോഷം നല്ലോണം പഠിക്കുന്ന കുട്ടിയാ, അവനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ ഉപയോഗിച്ചാൽ നിനക്കും നല്ലോണം പഠിക്കാൻ പറ്റും. ഇങ്ങനെയാണ് അവര് പ്രചരിപ്പിക്കുന്നത് മേഡം. ഡ്രഗ് ഉപയോഗിച്ചാൽ നന്നായി പഠിക്കാൻ പറ്റുന്നോ? എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇല്ല, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടിക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് മെമ്മറി ഇഷ്യൂസ് ഉണ്ടാവും, കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതേ സാർ മേഡം, പക്ഷെ കുട്ടികളാ അവര് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ചുറ്റുഭാഗമുള്ള കുട്ടികൾക്ക് പലതരത്തിലുള്ള അവയർനെസ് കൊടുക്കണം. പക്ഷെ ഇങ്ങനൊരു കാര്യം പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത് ചില കുട്ടി ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ആ സാറ് പറഞ്ഞതിന്റെ കൂട്ട് ചിലർ പറയും, ഒന്ന് വെച്ചാൽ നമുക്ക് നാളെ പരീക്ഷയ്ക്ക് ഭയങ്കര ഓർമ്മയാ, എല്ലാം ഓർക്കാൻ പറ്റും, ഇത് ചെല്ലാൻ നമുക്കൊരു എനർജി, ഒരു ഉന്മേഷം തോന്നാൻ, നമുക്ക് ഉറക്കമില്ലാതെ പഠിക്കാൻ എടുക്കാൻ പറ്റുമല്ലോ. അതാണ് ആ ഒരു ടെമ്പററി ആണിത്. പക്ഷെ കുട്ടികൾ പറയാനായിട്ട് ഇത് പഠിച്ചിട്ടോ ഞാൻ ഇന്നലെ എല്ലാം നല്ലോണം പരീക്ഷ എഴുതി എന്നൊക്കെ പറയും. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് കമന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് എനിക്കൊരു ന്യൂ അറിവാണ്. എനിവേ താങ്ക് യു. Excuse me, can I share a couple of comments? എനിക്ക് വേറൊരു കാര്യത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ മെഡിക്കൽ ഡോക്ടറായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അമേരിക്കയിലാണ്. അപ്പൊ ഞാൻ ഒരു പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാണ്. അതായത് 90% ഓഫ് ദി ഈ ബ്ലെയിം പാരന്റിങ്ങിലാണ്. ഈ പാരന്റ്സ് ആണ് ഇതിന്റെ മൂല കാരണം. അതിന് ഒഴിഞ്ഞു മാറിയിട്ട് മറ്റേ സൊസൈറ്റിയെ പറയുക അതിൽ കാര്യമില്ല. ഞാൻ എൻ്റെ ഇതിന്റെ ഞാൻ പറയാം എങ്ങനെയാണ്. ഐ ഹാവ് എ സൺ. അമേരിക്കയില് ഇവിടെ നമുക്കറിയാം ഓർഡിനറി അഡിക്ഷൻ, എല്ലാത്തിലും അഡിക്ഷൻ ഉണ്ട്. ഫുഡ് അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ എല്ലാം.
ഇവിടെ കൊക്കക്കോല, പെപ്സി ആണ് ഇവിടുത്തെ എല്ലാ പിള്ളേരും കുടിക്കുന്നത്. അത് ആദ്യം മുതൽ വീട്ടിൽ തുടങ്ങണം. നമ്മൾ റോൾ മോഡലായിരിക്കണം. ഇവിടെ ഒരിക്കൽ പോലും കൊക്കക്കോലയോ പെപ്സിയോ വാങ്ങിച്ച് ഞാൻ കുടിക്കാറില്ല, ഫ്രിഡ്ജിലും കാണാറില്ല. ഐ എം എ ടീടോട്ടലർ. ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. 5 വയസ്സായപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അവൻ്റെ അടുത്ത്. ഇവിടുത്തെ ബർത്ത്ഡേ പാർട്ടിക്ക്, അമേരിക്കയിലാണെന്ന് വെച്ചാൽ ലിക്കർ വെരി ഈസി, വെരി ചീപ്പ്. ഏത് പാർട്ടിക്ക് പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം ഉണ്ട്. ഏത് ലേബൽ, ബ്ലൂ ലേബൽ, റെഡ് ലേബൽ എല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കുടിക്കാറില്ല. അവനിങ്ങനെ നോക്കും, അബ്ബാ വൈ ആർ യു നോട്ട് ഗോയിങ്, അതൊക്കെ എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ആ കിട്ടിയ അവസരം, ഇതിന്റെ ഹാം എന്തൊക്കെയാണ്, ലിവർ ഫെയിലിയർ അതിൻ്റെതായിട്ടൊക്കെ. സോ ദാറ്റ് ഈസ് നോട്ട് ഇൻ എനി വേ. അപ്പോഴവനത് കേൾക്കുന്നു. പക്ഷേ നമ്മൾ റോൾ മോഡൽ അയക്കണം, പറയുന്നത് നമ്മൾ ചെയ്ത് കാണിക്കണം. അവനായിട്ട് ചില അവിടെ ഞാൻ കുടിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഓരോ തവണയും നാട്ടിലോട്ട് വരുമ്പോൾ, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, നാട്ടിലേക്ക് വരുമ്പോൾ 4 ഫ്ലൈറ്റ് എടുത്താണ് വരേണ്ടത്. ഞാൻ ഇരിക്കുന്ന അവിടെ നിന്ന് ആദ്യം ന്യൂയോർക്കിൽ പോകണം, ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ ചിലപ്പം ലണ്ടൻ ആയിരിക്കും, ലണ്ടനിൽ നിന്ന് അത് കഴിഞ്ഞ് ബോംബെ. ഈ ഫ്ലൈറ്റിലെല്ലാം ഫ്രീ ആയിട്ട് മദ്യം കൊടുക്കും, ഫ്രീ ആയിട്ട് മദ്യം കിട്ടും. അവിടെ എൻ്റെ അടുത്ത് അവർ വരുമ്പോൾ, എയർഹോസ്റ്റസ് വരുമ്പോൾ ഞാൻ നോ സോറി താങ്ക് യു, എനിക്ക് ജ്യൂസ് മാത്രം മതി എന്നുള്ളത്. അപ്പുറത്തുള്ള കുടിക്കുന്ന അവൻ കാണുന്നു. അതായത് പിള്ളേര് അവർ കണ്ട് അതാണ് പിന്നാലെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അവനിപ്പോഴും 32 വയസ്സ് കഴിഞ്ഞു, മദ്യപിക്കാറില്ല, അവന് സിഗരറ്റ് വലിക്കാറില്ല. 32 വയസ്സായിട്ടും കൊക്കക്കോലയും പെപ്സിയും ഒന്നും കുടിക്കാറില്ല. ഇത് പ്രത്യേകിച്ച് മാജിക്കോ മന്ത്രമോ ഒന്നും അല്ല, പാരന്റിങ്. നമ്മളത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ മദ്യപിക്കാത്ത കാരണം എനിക്ക് കുറെ ഇതുണ്ട്, പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം വെച്ചാൽ, എന്നെ മിക്കവരും ഇവിടുത്തെ മലയാളി സമൂഹത്തിലുള്ളവരെല്ലാവരും പാർട്ടി വല്ലതും വിളിക്കാണെന്ന് വെച്ചാൽ, അവരുടെ വീട്ടിലെ കുള്ളിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിൽ മിക്കവരും എന്നെ വിളിക്കാറില്ല. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് മദ്യപിക്കില്ല. അപ്പോൾ ഒരിക്കൽ വന്നിട്ട് ഒരാൾ എന്നെ പാർട്ടിക്ക് വിളിച്ചു, ഇവിടെ പുതുതായിട്ട് വന്നപ്പോൾ ഞാനവിടെ പോയി. പറഞ്ഞു, അങ്കിളെ ഏത് വേണം, റെഡ് ലേബൽ വേണോ ബ്ലൂ ലേബൽ വേണോ? ഞാൻ പറഞ്ഞില്ല, വല്ല ലൈം ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ ഉണ്ടെങ്കിൽ മതി. അങ്കിൾ കുടിക്കത്തില്ലേ? ഞാൻ പറഞ്ഞില്ല. ഒരു പെഗ് കുടിക്കങ്ങളെ? ഞാൻ പറഞ്ഞില്ല, സോറി താങ്ക്സ്. അതിനുശേഷം അവിടെയുള്ള ആ ഗ്രൂപ്പിലുള്ള ആരും തന്നെ എന്നെ വിളിക്കാറില്ല. എന്നിട്ട് ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ജയേഷ് നിങ്ങളുടെ അവിടുത്തെ ബർത്ത്ഡേ എന്നായിരുന്നു പറഞ്ഞു. അതിനല്ലോ. പിന്നെ അങ്കിള് ഒരാര് വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല കേട്ടോ, അങ്കിള് ഇത് ചെയ്യത്തില്ല. നമ്മളെല്ലാം കൂടുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് മിനിങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്കിൾ അവിടെ കുടിക്കാതിരുന്നാൽ ശരിയാകത്തില്ല. അത് കാരണം ഞാനിപ്പോഴത്തായി ഔട്ട്കാസ്റ്റായി. ഈ നാട്ടിൽ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച MBBS പഠിച്ച ഡോക്ടേഴ്സ് ഇപ്പോഴെല്ലാം എൻ്റെ പ്രായം അറിയാമല്ലോ, എൻ്റെ പ്രായത്തുള്ളവരപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവർ അവരോട് തന്നെ ഗെറ്റ് ടുഗദർ. അന്നൊന്നും ഇല്ലാത്ത കാര്യമാണ്. ആ ചേഞ്ച് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എങ്ങനെ മാറി എന്നുള്ളതാണ് സൊസൈറ്റി. അപ്പോൾ അവർ കയറി ഒരു ഗെറ്റ് ടുഗദർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേറെ ആഴ്ച, എന്നെ വിളിച്ചില്ലല്ലോ മാധവ, പാർട്ടി ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്നെ വിളിച്ചിട്ട്, നീ ഇപ്പോഴും ഗാന്ധിയല്ലേ, നീ വന്നാൽ ശരിയാകത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മുടെ അവിടെ ഇപ്പോഴും ഞാൻ ഒരു പറയാം, ഇത് പറഞ്ഞേ പറ്റൂ. ഈ മദ്യപിക്കുന്നത് പണ്ടത്തെ സിനിമയിലൊക്കെ, എൻ്റെ ചെറുപ്പകാലത്ത് അതിന് ശേഷമുള്ളതെല്ലാം വില്ലന്മാർ മാത്രമേ മദ്യപിക്കത്തുള്ളൂ സിനിമയിൽ, ബാഡ് ക്യാരക്ടേഴ്സ്. കഥാനായകൻ മദ്യപിക്കത്തില്ല, അതെല്ലാം മാറിയിട്ട് മോഹൻലാൽ ആണ് മദ്യപിക്കുന്നതിനെ ഗ്ലാമറൈസ് ചെയ്തത്. അതോടുകൂടി എല്ലാവർക്കും അതായിക്കഴിഞ്ഞു, റോൾ മോഡൽ ആയി കഴിഞ്ഞു, ഡൂയിങ് എ ലോട്ട് ഓഫ് ഹാം. അതുകൊണ്ട് പാരന്റിങ് ആദ്യം പാരന്റ്സ്. ഇവിടെ വീട്ടിൽ ഒരുപാട് പാരന്റ്സ് വീട്ടിൽ തന്നെ മദ്യം കുടിക്കുന്നുണ്ട്. പിന്നെ യു കനോട്ട് ടെൽ ദി ചിൽഡ്രൻ മദ്യം ഇസ് ഓൾസോ എ ഡ്രഗ്. അവർ വേറെ തരത്തിലുള്ള ഡ്രഗ് ട്രൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആദ്യം വീട്ടിൽ റോൾ മോഡൽ ആവുക. ഇത്രയും മാത്രം പറഞ്ഞാൽ നിർത്തുന്നു. എനിക്ക് ഐ ഹാവ് ടു ഗോ. താങ്ക് യു സർ, ഗുഡ് ഇൻഫർമേഷൻ. താങ്ക് യു സർ. സെഷൻ വാസ് വെരി ഗുഡ്, ഒരുപാട് ഇന്ററാക്റ്റീവ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ മെസ്സേജ്, ടേക്ക് ഹോം മെസ്സേജ് ആദ്യം എടുക്കുക. 90% ഓഫ് ദി ടൈം പാരന്റ്സ്. എന്നിട്ട് ഞാൻ എൻ്റെ മകനെ 8ാം ക്ലാസ് മുതൽ നാട്ടിലാണ് വെച്ച് അയച്ച് പഠിപ്പിച്ചത്. 7ാം ക്ലാസ്സിൽ അമേരിക്ക പഠിച്ചിട്ട് ഞാൻ നാട്ടിലെ കൾച്ചർ വിട്ടത് എന്ന് പറഞ്ഞ് നാട്ടിലവിടെ അവിടുത്തെ തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിൽ ചേർത്തു. അത് കഴിഞ്ഞ് BA ബാംഗ്ലൂരിൽ, MBA പൂനെയിൽ. എന്ത് ചെയ്തു, ഞാൻ അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സിനെയും എല്ലാം പേരും എല്ലാം പഠിച്ച് അവരുമായിട്ട് പരിചയപ്പെട്ടിട്ട് ഇടയ്ക്കും മുറയ്ക്ക് വിളിച്ചു ചോദിക്കും, ഹൗ ഇസ് ഹി ഡൂയിങ്. നമ്മളൊരു കണ്ണ് വേണം ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അടുത്ത അവൻ്റെ അടുത്ത് നിന്റെ ഫ്രണ്ട്സ് ആരാണെന്ന് ഞാൻ ചോദിക്കും, ആരൊക്കെയാണെന്നുള്ളത്. അവൻ BAക്ക് പോയപ്പോൾ അവിടെയും ബാംഗ്ലൂരിലും ഇത് ചെയ്യാറില്ല മിക്ക പാരൻസും. യു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദി ടീച്ചേഴ്സ് ആൻഡ് മോണിറ്റർ. അവരെ മോണിറ്റർ ചെയ്യണം അത്. സോ ദീസ് ആർ ഓൾ ദി സ്മോൾ പ്രാക്ടിക്കൽ ടിപ്സ്. താങ്ക് യു. ഗുഡ് ലക്ക്. Okay, thank you, sir.
ഓക്കെ. ഹലോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻസോ കാര്യങ്ങളോ പറയണ്ടോ? അതർവൈസ് നല്ല 10 ക്ലാസ് മണിക്ക് ആയിരുന്നു. എനിക്കൊരു താങ്ക് യു. മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻബിളോ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇതിനെ ഒരു ഡ്രഗ് അഡിക്ഷനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എഫേർട്ട് എടുത്ത് നമുക്ക് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുക്കുവാണെങ്കിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഈക്വൽ ആയി നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് നമുക്ക് do. ചെയ്യാം. നമ്മൾ Yes, ma'am. ഒരുപാട് പല സ്ഥലത്തുകളിലെ പല ആൾക്കാരുണ്ട്. അതെ അതെ. വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഇപ്പൊ നേരത്തെ കഴിഞ്ഞു പോയ ഡോക്ടറുടെ ഒരു നല്ലൊരു ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെഡിക്കൽ രംഗത്ത് ഇച്ചിരി കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലേ, ഡിഫറെന്റ് കൺട്രീസിലൊക്കെ പോയി എല്ലാവരുടെയും ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതായിട്ട് നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. Okay, sure. ഓക്കെ Thank you. നല്ല Good നല്ല night. ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ഓക്കെ, ആയിരുന്നു. താങ്ക് യു. കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. കിട്ടി. ഓക്കെ, താങ്ക് യു. കുട്ടികളെ മുന്നിലേക്കാണല്ലോ പോണത്. ശരി. ഓക്കെ, താങ്ക് ഓക്കെ, യു. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. Okay, thank you so much. Thank you all.